Hi, good morning, all of you. Good morning, sir. Yes. Okay, Good right. morning, sir. Good morning. Good morning. Okay. Good morning, sir. അപ്പൊ എല്ലാവരും മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്താൽ മതിയാകും. ഓക്കെ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാന് ക്ലാസിന്റെ ഇടക്ക് പിന്നെ ഇങ്ങനെ നുഴഞ്ഞു കയറി വന്ന ഒരാളായിട്ടാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരുന്നെങ്കിലും ഇവിടുത്തെ ചില കാരണങ്ങൾ കൊണ്ട് ആ ക്ലാസ് നമുക്ക് അന്ന് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓരോ ബാച്ചിന്റെയും ക്ലാസ് ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് ജിഷമിസിന്റെയും എന്റെയും ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ടായിരിക്കുക. ജിഷമിസ് നിങ്ങളോട് ഈ ക്ലാസ്സിനെ സംബന്ധിച്ചിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചിട്ടുണ്ടാകും. ഓക്കെ. ഏറ്റവും നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്ന് പറയുന്നത് കൃത്യവും വ്യക്തവുമായി ഉത്തരം പറയുക എന്നുള്ളതാണ്. അല്ലേ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ? അതെ. അതെ അതെ. പക്ഷേ തത്വചിന്തയുടെ പിതാവായിട്ടുള്ള സോക്രട്ടീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഉത്തരം പറയുന്നതല്ല നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം, മറിച്ച് മറുചോദ്യം ചോദിക്കുകയും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നല്ല വിദ്യാർത്ഥികളാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇങ്ങോട്ടേക്കും ചോദിക്കാം. കേട്ടോ? എല്ലാവരും കേട്ടിട്ടുള്ള ഒരു കവിതയുണ്ട്. ആരൊരാളെ കുതിരയെ കെട്ടുവാൻ, ആരൊരാൾ അതിൽ മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനെ സർഗശക്തിയാക്കി കുതിരയെ വിട്ടയക്കുക. എന്തൊരുന്മേഷമാണ് അതിൻ കണ്ണുകളിൽ, എന്തൊരുത്സാഹമാണ് അതിൻ കാലുകളിൽ എന്ന് തുടങ്ങുന്ന ഒരു കവിത. ആ കവിത ആരുടേതാണെന്നോ ഏതാണ് ആ കവിതയെന്നോ ആർക്കെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടോ? ഇല്ല. എന്തൊരു ശബ്ദത? ഓക്കെ, റൈറ്റ്. അത് മധുസൂദനൻ നായരുടെ അശ്വമേധം എന്ന് പറയുന്ന ഒരു കവിതയാണ്. ആ കവിതയുടെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ആരൊരാളിന് കുതിരയെ തടുക്കുവാൻ, ആരൊരാൾ അതിൽ മാർഗം മുടക്കുവാൻ. അശ്വമേധത്തിന് ഒരു കുതിരയെ വിട്ടയക്കുന്നത് പോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഈ രാമായണത്തിലും പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ കാലത്തൊക്കെ ഒരു കുതിരയെ അങ്ങാട് വിട്ടയക്കും. ആ കുതിരയെ ആരെങ്കിലും തടുത്ത് നിർത്തിയാൽ അവിടെ തുടങ്ങിയിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. അങ്ങനെയാണ്. അപ്പോ അങ്ങനെ കെട്ടഴിച്ചു വിട്ട കടിഞ്ഞാണില്ലാത്ത ഒരു കുതിരയെ പോലെ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്ന ഒരാഗ്രഹമാണ് ടീച്ചറാവുക എന്നുള്ളത്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ, 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വീട്ടിലെ മുഖം തോർത്താൻ ഉപയോഗിക്കുന്ന തോർത്ത് സാരിയാക്കി കൊടുത്ത് വീടിന്റെ ചുമര് ബ്ലാക്ക് ബോർഡാക്കി പെൻസില് കൊണ്ടും ചോക്ക് കൊണ്ടും പേന കൊണ്ടും ഒക്കെ പടം വരച്ച് അക്ഷരങ്ങൾ വരച്ച് നമ്മുടെ കൂട്ടുകാരെ പഠിപ്പിച്ച് ടീച്ചറമ്മമാരായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അല്ലെ? ഭൂതകാല വഴികളിൽ കേരളത്തിന്റെ ബാല്യകാലത്തിലേക്ക് നാം നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ, അങ്ങനെ ഒരു സ്വപ്നം പെൺകുട്ടികളോട് പൊതുവെ ചോദിച്ചോ, നിനക്കാരാകണം ടീച്ചർ, ആരാകണം ടീച്ചർ? ഈ ഉത്തരമാണ് പൊതുവെ വരാറുള്ളത്. ഓക്കെ. പക്ഷേ കുഞ്ഞുകാലത്ത് കണ്ട ആ സ്വപ്നം ഇപ്പൊ കുഞ്ഞിൽ നിന്ന് മാറി കൗമാരത്തിലെത്തി, യൗവനത്തിലെത്തി, ഒരു കുഞ്ഞിന്റെ അമ്മയായി. അതിനുശേഷമാണ് ടീച്ചർ എന്ന് പറയുന്ന സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പോ ടീച്ചർമാരാകാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും സ്മാർട്ട് സിയുടെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ MR ജയദേവ്, എന്റെ പേര് ജയദേവ് എന്നാണ്. സ്മാർട്ട് സിയുടെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാളാണ്. ഞങ്ങൾ 2 പേരാണ് സ്മാർട്ട് സിയുടെ പാർട്ണർമാര്. ഒന്ന് സിൻരാജ് സാറ്, 2ാമത്തെ ആള് ഞാനാണ്. എന്റെ പേര് ജയദേവ് എന്നാണ്. ഓക്കെ. നമുക്ക് അപ്പൊ ക്ലാസ്സിലേക്ക് മെല്ലെ കിടക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് വന്നിട്ടുള്ളത് വെറുതെ കുറച്ച് വർത്തമാനം പറയാൻ വേണ്ടി മാത്രമാണ്, ഒന്നും പഠിപ്പിക്കാനല്ല കേട്ടോ. അക്കാദമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പഠിപ്പിക്കാനൊന്നുമല്ല. നിങ്ങൾക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങളെ ദൂരീകരിക്കുന്നത് എനിക്ക് നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോ സാധാരണ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 2 മണിക്കൂറൊക്കെയാണ് എടുക്കാറുള്ളത്.
2 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ഓക്കെ, അപ്പോ 2 മണിക്കൂർ എടുക്കുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ പറയാൻ പോകുന്നത് നോൺ അക്കാദമിക് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. കോഴ്സിന്റെ സ്ട്രക്ചർ, കോഴ്സിന്റെ എക്സാം, പ്ലേസ്മെന്റ്, ഇന്റേൺഷിപ്പ്, ഫീസ്, അത്തരത്തിലുള്ള അനുബന്ധമായ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി ആലോചിക്കുന്നത്. ഈ ക്ലാസ്സിലുള്ള അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് പിൻവാങ്ങുകയുള്ളൂ. ഓക്കെ, അപ്പോ നിങ്ങളും അതുപോലെ തന്നെ എല്ലാ സംശയങ്ങളൊക്കെ ഇപ്പൊ തന്നെ തുറന്ന് ചോദിക്കാം കേട്ടോ. അപ്പോ എന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഈ കോഴ്സ് എന്താണെന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഈ കോഴ്സിന്റെ പേരെന്താണ് ഒന്ന് പറയാമോ ആരെങ്കിലും? മോണ്ടിസോറി. മുഴുവൻ പേരെന്താണ്? ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ, DMTED. അതാണ് നമ്മുടെ കോഴ്സിന്റെ പേര്. 1. 2, ഇതിന് 2 വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. 1 ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ, 2 PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. നമ്മൾ 2 കോഴ്സുകളാണ് ചെയ്യുന്നത്. 1 മോണ്ടിസോറിയുടെ ഡിപ്ലോമ കോഴ്സും, രണ്ടാമത്തേത് മോണ്ടിസോറിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ്. ഓക്കെ, DMTED ആൻഡ് PGDMTED, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് എഡ്യൂക്കേഷൻ. അങ്ങനെ 2 കോഴ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഡിപ്ലോമ കോഴ്സിന്റെ കാലാവധി, ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 10 മാസവും നമ്മുടെ PG പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ കാലാവധി എന്ന് പറയുന്നത് 12 മാസക്കാലവുമായിരിക്കും. 12 മാസമാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ളത് എങ്കിലും പരമാവധി നമ്മൾ 11 മാസം കൊണ്ടൊക്കെ ക്ലാസ്സുകൾ എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്താറുണ്ട്. ഓക്കെ, ഇതാണ് ഈ കോഴ്സിനെ സംബന്ധിച്ചിട്ട് പ്രധാനമായും പറയാനുള്ളത്. ഈ കോഴ്സിനകത്ത് ഡിപ്ലോമക്കാർക്കും PGക്കാർക്കും 2 തരത്തിലുള്ള സിലബസുകളാണ് ഉള്ളത്. എന്നാൽ ആകെ 9 മൊഡ്യൂളാണ് PG വിദ്യാർത്ഥികൾക്കുള്ളത്. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ആകെ ഉള്ളത് 7 മൊഡ്യൂളുകളാണ്. ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കുള്ള 7 മൊഡ്യൂളുകൾ തന്നെയാണ് PGയിലുള്ള ആദ്യത്തെ 7 മൊഡ്യൂൾ. ദാറ്റ് മീൻസ് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കും PG വിദ്യാർത്ഥികൾക്കും ആദ്യത്തെ 7 മൊഡ്യൂളിന്റെ ക്ലാസ് ഒരുമിച്ചായിരിക്കും. ഒരു പ്രത്യേക സന്ദർഭം വരുമ്പോൾ നമ്മൾ കൊട കയ്യിൽ പിടിച്ചിട്ടുണ്ടാകും. മഴ പെയ്ത് തുടങ്ങുമ്പോഴാണ് കൊടയെടുക്കുക അല്ലെ? അതുപോലെ അങ്ങനെ ഒരു സന്ദർഭം വരുന്ന സമയത്ത് PGയുടെ ക്ലാസ് നമ്മൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരും. PGയുടെ ക്ലാസ് പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നതാണ്. ഓക്കെ, അപ്പോ ആദ്യത്തെ 7 മൊഡ്യൂൾ ഡിപ്ലോമക്കാർക്ക് PGക്കാർക്കും ഒരുമിച്ചാണ്. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് PGക്കാർക്കുള്ള അവസാനത്തെ 2 മൊഡ്യൂളുകൾ അവർക്ക് വേറെ ക്ലാസ് ആയിട്ട് എടുത്ത് നമ്മൾ കൊടുക്കുന്നതാണ്. ഇതാണ് പിന്നെ പ്രാഥമികമായിട്ട് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 2-3 ആപ്പുകളാണ് വേണ്ടത്. ഓക്കെ, ഏതൊക്കെ ആപ്പുകളാണത്? ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. കമോൺ. ക്ലാസ്റൂം, ഗൂഗിൾ മീറ്റ് അല്ലെ? ഞാൻ ഇതിലുള്ള ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ വളരെ സൂക്ഷ്മമായിട്ട് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് വെച്ചാല് കുറച്ചു പേരെങ്കിലും ഇതിനെ കുറിച്ച് ധാരണയില്ലാത്തവരോ ചെറിയ സംശയങ്ങൾ ഉള്ളവരോ ഉണ്ടാവും. അപ്പോ അതിനെ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പ്രധാനമായിട്ട് നമുക്ക് 2 ആപ്പുകളാണ് വേണ്ടത്. ഒന്നാമത്തേത് മൈക്കൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. ദിശ പ്ലീസ്. അപ്പോ അതിനകത്ത് ഗൂഗിൾ മീറ്റ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? കമോ. റെക്കോർഡഡ് ക്ലാസ്. നോ അല്ല, ഗൂഗിൾ മീറ്റ് ജോയിൻ ക്ലാസ്, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് മീറ്റ് ആ വാക്ക് തന്നെ ആരും പറയാം. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ലൈവ് ക്ലാസ്, ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് നമ്മുടെ ക്ലാസ്സുകൾ എല്ലാ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ആയിരിക്കും.
കുറെ പബ്ലിക് ഹോളിഡേയ്സ് നമുക്ക് അവധിയായിരിക്കും. എന്നാൽ എല്ലാ പബ്ലിക് ഹോളിഡേയ്സും നമുക്ക് അവധി ആയിരിക്കുകയുമില്ല. അവധികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നോട്ട്സ് ഇൻ യുവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് അറിയിപ്പുകൾ ലഭിക്കുന്നതാണ്. അപ്പൊ ഗൂഗിൾ ക്ലാസ് റൂം നോക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ ദിവസവും 10:30 മുതൽ 11:30 വരെയാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ. ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉള്ളത്. ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് ഗൂഗിൾ ക്ലാസ് റൂമിലായിരിക്കും ഉണ്ടാക്കുക. ആ ലിങ്ക് തന്നെയായിരിക്കും സ്ഥിരം ലിങ്ക്. ഈ ക്ലാസ് കഴിയുന്ന 10 മാസക്കാലവും അതേ ഒരൊറ്റ ലിങ്ക് തന്നെയായിരിക്കും, ഒരേ ഒരു ലിങ്ക് ആയിരിക്കും. വേറെ ലിങ്ക് ഒന്നും വരൂല. നിങ്ങൾ ഓരോ ദിവസവും ഓരോ ലിങ്ക് വരുമെന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കരുത്. നിങ്ങൾക്ക് ഒരാൾക്കും അത് വാട്സപ്പിൽ പ്രത്യേകമായിട്ട് വരികയില്ല. ഇതെല്ലാം എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് സിൻഡാൻ സാർ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അല്ലെ. ഗൂഗിൾ മീറ്റിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല. ഒരു ദിവസം ലൈവ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വീട്ടമ്മമാരാണ് അല്ലെ, വീട്ടമ്മമാരാണ്. വീട്ടമ്മമാർക്ക് വീട്ടില് മക്കളുണ്ട്. നിങ്ങൾക്ക് മോനെ ഒരാൾ പരിചയപ്പെട്ടു, വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്. അച്ഛനിങ്ങനെ ഓഫീസിൽ ജോലി ചെയ്യാണ്, അല്ലെങ്കിൽ ഓട്ടോ ഓടിക്കുകയാണ്, കച്ചവടം ചെയ്യാണ്. അമ്മക്ക് എന്താ പറയുക? അമ്മക്ക് ഒരു പണിയുമില്ല. ഓക്കെ, അപ്പോ ഒരു പണിയുമില്ലാത്ത, എന്നാൽ രാവിലെ മുതൽ രാത്രി വരെ പണിയൊടുങ്ങാത്ത, നടു നോർത്താൻ പറ്റാത്ത ഒരു വിഭാഗം ആളുകളാണ് ആരെ? നമ്മുടെ വീട്ടമ്മമാർ. ഓക്കെ, അപ്പോ ആ വീട്ടമ്മമാരാണ് ഈ 1 മണിക്കൂർ ലൈവ് ക്ലാസ് ഇരുന്ന് പഠിക്കേണ്ടി വരുന്നത്. ചില ആളുകളെങ്കിലും വീട്ടിലറിയാതെ സ്വന്തമായിട്ട് വരുമാനം കണ്ടെത്തണമെന്നുള്ള ഒരു സ്വപ്നം നേടാൻ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ടീച്ചർ ആകണമെന്നുള്ള ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച ഒരു സ്വപ്നം നേടാൻ, ഓക്കെ, ഇതിനൊക്കെ വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളുണ്ട്. ചില ആളുകൾ ഇപ്പോ എന്തെങ്കിലും മെഡിക്കൽ ഇഷ്യൂസ് കൊണ്ട്, ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ട് വീട്ടില് ഒരു ഹോൾഡ് ചെയ്യപ്പെടേണ്ടി വന്ന ഒരു സമയത്ത് ആ സമയത്തിന് ക്രിയേറ്റീവായി ഉപയോഗിക്കണമെന്നുള്ളത് ഈ ക്ലാസ്സിൽ ചേർന്നിട്ടുള്ള ആളുകൾ. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ആളുകൾ ഈ ക്ലാസ്സിൽ ഉണ്ടാകും. ഇതെല്ലാം എല്ലാ ക്ലാസ്സിലും ഉള്ള ആളുകളുടെ എണ്ണാണല്ലോ. അപ്പോ നിങ്ങൾ അങ്ങനെ ഗൂഗിൾ മീറ്റിന്റെ ലൈവ് ക്ലാസ് കയറാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ഉണ്ട്. തൊട്ടപ്പുറത്തെ രമണി ചേച്ചി നിങ്ങളെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്ന അന്ന് മുതൽ തൊട്ടപ്പുറത്തെ വീട്ടിലെ രമണി ചേച്ചിയായിട്ട് നിങ്ങൾ നല്ല സൗഹൃദത്തിലാണ്. രമണി ചേച്ചിയുടെ മോക്കടെ കല്യാണം, കെട്ട് 10:30 മണിക്ക്, സന്ധ്യ 11 മണിക്ക്. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ പങ്കെടുക്കോ? കല്യാണത്തിന് രമണി ചേച്ചി പഞ്ചസാര നമ്മ കടമ്പുപോയി ആരും മേടിക്കുന്നത് രമണി ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. പുറത്തേക്ക് പോകാൻ, ഉത്സവത്തിന് പോകാൻ രമണി ചേച്ചിയുടെ ഒപ്പമാണ് പോകുന്നത്. ആ രമണി ചേച്ചിയുടെ മോക്കടെ കല്യാണമാണ്. ക്ലാസ്സിൽ പങ്കെടുക്കോ? രമണി ചേച്ചിയുടെ മോക്കടെ കല്യാണം നിങ്ങളുടെ കല്യാണത്തിന് പോവും അല്ലേ? അവിടെ താമസം, ഇവിടെ താലി, അവിടെ പാല് കാച്ചല്, ഇവിടെ താലി കെട്ടെന്ന് പറയുന്ന പോലെ ഇവിടെ ഗൂഗിൾ മീറ്റ്, അവിടെ താലി കെട്ട്. അപ്പോ നിങ്ങൾ എന്തായാലും താലി കെട്ട് കാണാൻ വേണ്ടിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ ഗൂഗിൾ മീറ്റ് ആ ദിവസത്തെ മോഡൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടാണ് എന്ത് നമ്മുടെ ക്ലാസ്, ഗൂഗിൾ ക്ലാസ്. ഞാനിങ്ങനെ ചെറിയ ചെറിയ സ്റ്റോറീസ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഈ കാര്യങ്ങൾ ഒറ്റയടിക്ക് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ നിൽക്കൂല. നിങ്ങൾ മിഞ്ഞനാള് പഠിപ്പിച്ച കാര്യം നിങ്ങളുടെ തലയിൽ ഉണ്ടാകുന്ന ചോദിച്ചാൽ നിങ്ങളുടെ തലയിൽ ഉണ്ടാവുകയില്ല. എന്നാൽ പുലികുരുകനിലെ മോഹൻലാല് മരത്തുമ്പോ കയറി ചാടണ ദൃശ്യം ഇപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഗൂഗിൾ ക്ലാസ് തമ്മിലുള്ള വ്യത്യാസം ഓർക്കാനായിട്ട് ഈ രമണി ചേച്ചി ഒരു ഐഡന്റിറ്റിയാണ്, ഒരു സൂചനയാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടും. തലേ ദിവസം റെക്കോർഡ് ക്ലാസ് കിട്ടും. റെക്കോർഡ് ക്ലാസ് എന്താണ് കിട്ടുന്നത്? ആരാണ് ജിഷ? പറയും. അപ്പോ നമ്മുടെ ഗൂഗിൾ മീറ്റിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുന്നത്? കമോൺ. ഇന്നത്തെ ക്ലാസ് നാളെ 10 കിട്ടും. ഇന്നത്തെ ക്ലാസ് നാളെ കിട്ടും. ആർക്കെങ്കിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ടോ? ഇല്ല, കിട്ടും. ഇന്നത്തെ ക്ലാസ് നാളെയാണ്. കടന്നു വരൂ. നാളെ തന്നെയാണോ? അല്ല, ഇന്ന് കിട്ടും. പറഞ്ഞതില് 50% അങ്ങനെ കിട്ടുവോ? കിട്ടൂല.
തരൂല. കേട്ടോ, ഞാൻ പറയാം. അതായത് തൊട്ടടുത്ത ദിവസമല്ല, അതിനിടക്ക് ഒരു വാക്ക് കൂടിയുണ്ട്, തൊട്ടടുത്ത പ്രവർത്തി ദിവസം. ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. തൊട്ടടുത്ത പ്രവർത്തി ദിവസമായിരിക്കും കിട്ടുന്നത്. തിങ്കളാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്ന് കിട്ടും? ചൊവ്വാഴ്ച കിട്ടും. ബുധനാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് എന്ന് കിട്ടും? എന്ന് കിട്ടും? വ്യാഴാഴ്ച കിട്ടും. അങ്ങനെയെങ്കിലും ഒരു ചോദ്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായല്ലോ? മനസ്സിലായി. ഓക്കെ, ബാക്കി ആരും കഞ്ഞി കുടിച്ചിട്ടില്ലേ? അതാണോ പ്രശ്നം? ഓക്കെ, റൈറ്റ്, നമുക്ക് തുടങ്ങാം. അപ്പോ ആദ്യത്തെ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, തിങ്കളാഴ്ച നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡ് ക്ലാസ് ഏത് ദിവസത്തെ ആയിരിക്കും? വെള്ളിയാഴ്ച. Yes, come on. ലാസ്റ്റ് വർക്കിംഗ് ഡേയിലെ ക്ലാസ്. അതാരാണ് ഉത്തരം പറഞ്ഞ ആള്? ഓക്കെ, പക്ഷെ നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഉത്തരം തെറ്റാണ്. കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ നിങ്ങളോട് വേറൊരു ചോദ്യം ചോദിക്കാം, അപ്പൊ നിങ്ങൾക്ക് തലയിൽ അത് തിരിഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇക്കഴിഞ്ഞ നിങ്ങൾ എല്ലാവരും പത്രം വായിക്കുന്ന ആളുകളല്ലേ? പത്രം വായിക്കുന്ന ആളുകളല്ലേ? അതെ. മനോരമയുണ്ട്, മാതൃഭൂമിയുണ്ട്, കേരള കൗമുദിയുണ്ട്, ദേശാഭിമാനിയുണ്ട്, മംഗളമുണ്ട്, രാഷ്ട്രദീപികയുണ്ട്, ഇഷ്ടംപോലെ പത്രങ്ങളുണ്ട്. ഇക്കഴിഞ്ഞ തിരുവോണത്തിന്റെ തൊട്ടടുത്ത ദിവസം, തിരുവോണത്തിന്റെ പിറ്റേ ദിവസം, ആ ദിവസത്തെ പത്രത്തിന്റെ പ്രധാനപ്പെട്ട തലക്കെട്ട് എന്തായിരുന്നു എന്ന് നിങ്ങൾ അപ്പോ തിങ്കളാഴ്ചയും അതുപോലെ റെക്കോർഡ് ക്ലാസ് ഇല്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അതിന് തൊട്ട് തലേ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടോ? ഇല്ലോ? ശനിയാഴ്ച ക്ലാസ്സുകൾ ഇല്ലാത്തത് കൊണ്ട് തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? ഇല്ല. ശനിയാഴ്ചത്തെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് ശനിയാഴ്ച ആയിരിക്കും. ക്ലിയർ? ക്ലിയർ ആയില്ലേ? എന്താണ് ഇത്രയും സമയത്തിലൊക്കെ പറയണെന്നറിയോ? നിങ്ങളിത് ചെറിയ ആളുകളെങ്കിലും വിചാരിക്കോ ഈ സാറ് വന്നിട്ട് എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അടുത്ത തിങ്കളാഴ്ച വരുമ്പോൾ എനിക്ക് ഫോൺ വരും, സാറേ റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ലല്ല. ഞാൻ എല്ലാ ബാച്ചിലും ഇത് അഭിമുഖീകരിക്കുന്ന ഒരാളായത് കൊണ്ടാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് വീണ്ടും 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 എടുത്ത് പറയുന്നത്. കേട്ടോ, തിങ്കളാഴ്ച അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കുകയില്ല. ഓക്കെ, ആ ഭാഗം മനസ്സിലായോ? അപ്പോ ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂമിൽ കിട്ടുന്ന കാര്യങ്ങൾ തൊട്ടടുത്ത പ്രവർത്തി ദിവസമായിരിക്കും കിട്ടുക. സപ്പോസ് നമ്മളിപ്പോ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞു, ശനിയാഴ്ച അവധിയാണ് എങ്കിൽ അതിന്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് തിങ്കളാഴ്ചയായിരിക്കും. ഇപ്പോ ചൊവ്വാഴ്ച അവധിയാണെങ്കിൽ തിങ്കളാഴ്ചത്തെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത് തൊട്ടടുത്ത ബുധനാഴ്ച ആയിരിക്കും. ജിഷായിട്ടോട് ഒരു ചോദ്യം ചോദിച്ചു, അന്ന് തന്നെ ക്ലാസ് കിട്ടുള്ളൂ. തരാനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഗൂഗിൾ മീറ്റിന്റെ ഔട്ട്പുട്ട് നമ്മൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഓൺ ആക്കി ഇടുക മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഔട്ട്പുട്ട് ഗൂഗിളിൽ നിന്നാണ് നമുക്ക് തരേണ്ടത്. അത് നമുക്ക് കിട്ടുന്നത് സന്ധ്യയാവും, ചിലപ്പോൾ രാത്രിയാവും. ആ ഔട്ട്പുട്ട് എടുത്ത് അപ്പോഴേക്കും നമ്മുടെ ഓഫീസിൽ കൂട്ടി പോകും. 4:30 മണി വരെയാണ് നമ്മുടെ ഓഫീസ് ടൈം. അത് കഴിഞ്ഞാൽ ഞങ്ങൾ കൂട്ടി വീട്ടിലോട്ട് പോകും. അപ്പോ അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെടുത്ത് കംപ്രസ് ചെയ്ത് ചുരുക്കിയിട്ട് വേണം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ട് തരാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പിന്നെ എന്ത് നിങ്ങൾക്ക് ക്ലാസ് അന്ന് തരാൻ പറ്റാത്ത വിഷയം. കേട്ടോ, ചില കുട്ടികളെ കാരണം ബ്രേക്ക് ആവാതിരിക്കാൻ വേണ്ടി അവർക്ക് ആഗ്രഹം കൊണ്ട് ചോദിക്കാറുണ്ടല്ലോ. അപ്പൊ അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുള്ള കാര്യം പറഞ്ഞത്. ഓക്കെ, നിങ്ങളുടെ ആഗ്രഹത്തിന് ഞങ്ങൾ മാനിക്കും. അപ്പൊ തൊട്ടടുത്ത പ്രവർത്തി ദിവസം കിട്ടും. അപ്പൊ ആ ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകും. അടുത്ത ഭാഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഒരു ദിവസം രാവിലെ എല്ലാ സാധാരണ ദിവസത്തെയും പോലെ നിങ്ങൾ എഴുന്നേൽക്കുന്നു, പ്രഭാത കൃത്യങ്ങളൊക്കെ നിർവഹിക്കുന്നു, അരി വെക്കുന്നു, കറി വെക്കുന്നു, മുട്ട വറക്കുന്നു, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു, ഭർത്താവിനെ ജോലി സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നു. ഒരു 10, 9:45, 10 മണിയോട് കൂടിയിട്ട് നിങ്ങളൊന്ന് നടുക വർത്തിയോടിരിക്കുന്നു.
ആ സമയത്ത് വളരെ റിലാക്സ് ആയ സമയം നിങ്ങൾ മൊബൈൽ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്യുന്നു. ആ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു മെസ്സേജ് കിടക്കുന്നു, മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്താ പറഞ്ഞിട്ട് പോസ്റ്റർ നിങ്ങൾ കാണുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറെ പേരൊക്കെ ഈ കോഴ്സിനെ കുറിച്ച് നേരത്തെ ആലോചിച്ചിട്ടുള്ള ആളുകളാണ്, അന്വേഷിച്ചിട്ടുള്ള ആളുകളാണ്, എവിടെയെങ്കിലും ചേരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ 30,000 രൂപ ഫീസ് സ്ട്രക്ചർ, 20,000 രൂപ ഫീസ് സ്ട്രക്ചർ, 25,000, 40,000, 60,000 ഫീസ് സ്ട്രക്ചർ. അപ്പോ ഇത് കണക്കൂട്ടുന്നു. ഈ കൊല്ലം എന്തായാലും രാജേട്ടനെ കൊണ്ട് പറ്റൂല, രാജേട്ടന് അടുത്ത കൊല്ലം പ്രമോഷൻ കിട്ടും, അപ്പൊ ഞാൻ ആ കോഴ്സിൽ ചേർന്നോളാം എന്ന് നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സമയത്ത് കാറ്റത്ത് മാങ്ങ വന്നു വീഴുന്നത് പോലെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു പോസ്റ്റർ വരുന്നു, സ്മാർട്ട് സിറ്റിയുടെ പോസ്റ്റർ. ആ പോസ്റ്ററിൽ ഫീസ് നിങ്ങൾ കണ്ടത്, കണ്ട ഫീസ് ഒക്കെ പറഞ്ഞേ. 7,000. 7,000 രൂപയ്ക്ക് 7,000. 7,000 രൂപയ്ക്ക് ടീച്ചർ ട്രെയിനിങ് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ മനസ്സിൽ ലഡു പൊട്ടി. അപ്പൊ നിങ്ങൾ എന്ത് വെച്ചാല് ഉടൻ തന്നെ നമ്പർ എടുത്തു, 2255 കൊത്തി. ഹലോ, സ്മാർട്ട് ശ്രീ അല്ലേ, ഞാൻ നിന്റെ സ്ഥലത്ത് ആളാണ്. നിങ്ങളുടെ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്? അപ്പൊ അപ്പുറത്തുള്ള കുറിച്ച് മോണ്ടിസോറി കോഴ്സ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റേതാണ്, മറിച്ചതാണ് എന്തൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് പറ്റും. ഫീസ് ഒരുമിച്ചടക്കണ്ട, മാസം 1,000 രൂപ അടച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. എക്സാം വളരെ ലിബറൽ ആയിരിക്കും. ഇൻഡസ്ട്രിയിൽ എക്സ്പെർട്സ് ആയിട്ടുള്ള ടീച്ചർമാരാണ്. ഘോര പ്രസംഗം. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം, എന്താ സംശയം എന്ന് പറയാം? ആലീസിന്റെ അത്ഭുത ലോകം, ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഒരു കഥയുണ്ടല്ലോ, അതുപോലെ ഇത് സത്യമാണോ, കള്ളമാണോ, ഫേക്കാണോ? ഈ പോസ്റ്റർ ആദ്യം കാണുമ്പോൾ നമുക്ക് പൊതുവെ തോന്നുന്നതാണ് അല്ലേ? ഫേക്കാണോ എന്നല്ല നിങ്ങൾക്ക് തോന്നിയത് അല്ലേ? തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ടെന്ന് അർത്ഥം. മനസ്സിലായി? അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ കുഴപ്പമുണ്ട്, നിങ്ങൾ എല്ലാവരും ഈസിയായിട്ട് കണ്ടിരിക്കും. അപ്പോ ഒന്നുകിൽ ഇത് ഫേക്കാണോ, അല്ലെങ്കിൽ ഇവന്മാർക്ക് കുറ്റപ്രാന്താണ്. ഒരു വർഷത്തെ കോഴ്സ് 2,000 രൂപക്ക് നടത്തണം, 1,000 രൂപ രജിസ്ട്രേഷൻ ഫീസും ബാക്കി പൈസ പോയി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വിളിച്ച് അന്വേഷിച്ചു. പിന്നെ നിങ്ങൾ ആലോചിച്ചോ, രാജേട്ടിന് പ്രമോഷൻ കിട്ടാനായിട്ട് 1 വർഷം. ഇപ്പൊ നമ്മൾ ചേർന്നിട്ടുണ്ടെങ്കിൽ 1 വർഷം കൂടെ കോഴ്സ് തീർത്ത് ടീച്ചർ ആകാലോ. 1,000 രൂപ പോണെങ്കിൽ പോട്ടെ, 1,000 രൂപ പോണെങ്കിൽ പോട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ 1,000 രൂപ കാണുള്ളൂ. ഇതിട്ട് കഴിഞ്ഞ് പിന്നെ അതിന് മുമ്പ് നിങ്ങൾ ഒരു പക്ഷെ സ്മാർട്ട് സൈഡ് ഇൻസ്റ്റാ പേജ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോ, ഇല്ലേ? ഇൻസ്റ്റാ പേജ് ഗവൺമെന്റ് അതിലേക്ക് സംഭവം നൂറുകണക്കിന് പിള്ളേര്, 1000കണക്കിന് പിള്ളേര് കറുത്ത കവറൊക്കെ ഇട്ട് ലാത്തിരി പൂത്തിരി കമ്പത്തിരി വെത്തപ്പോ സർട്ടിഫിക്കറ്റ് വാങ്ങാതെ ചെണ്ടമേളം, ഡാൻസ്, ആട്ടം, പാട്ട്, കൂത്ത് ഇതൊക്കെ കാണണം. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, ഇതെന്തായാലും തട്ടിപ്പുകാരല്ലേ. ഓക്കെ, പിന്നെ നമുക്ക് തോന്നാവുന്ന അടുത്ത സംശയം ഫേക്കിനുള്ള കാര്യം മനസ്സിലായി. ജിഷബിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതിന് ക്ലാസ് തുടങ്ങിയപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള പഠനമാണ് നടക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, റോഡിൽ കൂടി പോവാണ്, നടന്ന് പോണ വഴിക്ക് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കഥയാണ്. ഒരു ചേട്ടൻ റോഡിന്റെ അപ്പുറത്തിരുന്ന് ചാള വെക്കുന്നു. ചാളക്ക് കിലോ 100 രൂപ. തൊട്ടിപ്പുറത്ത് ഒരു ചേച്ചി ഇരുന്ന് ചാള വെക്കുന്നു. ആ ചാള കിലോ 50 രൂപ. നിങ്ങൾ റോഡിന്റെ നടുക്ക് നിൽക്കുന്നു, നിങ്ങൾക്ക് മീൻ വാങ്ങണം. നിങ്ങളുടെ മനസ്സിലാക്കിയ പോണ ചിന്ത എന്താണ് ചിന്ത? 50 രൂപയുടെ ചാള, 100 രൂപയുടെ ചാള. നിങ്ങൾക്ക് നല്ലത് വാങ്ങും. അല്ലേ? അതാണ് ഗുരുതോന്നൽ. നല്ല ചാളയായതുകൊണ്ടാണ്, ക്വാളിറ്റി ഉള്ളത് കൊണ്ടാണ് അതിന് പൈസ അങ്ങനെ വാങ്ങുന്നത്, 100 രൂപ വാങ്ങുന്നത്. അതല്ലെങ്കിൽ പറയും ചേച്ചിയുടെ ചാള 50 രൂപയുടെ ചാള, ചീഞ്ഞ ചാള, പഴയ ചാള, ഇന്നലത്തെ ചാള, അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ എന്താണ്. അതുപോലെ കോഴ്സിന്റെ ഫീസ് കുറയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? എന്താ പ്രശ്നം? കോഴ്സ് വാല്യൂ ഉള്ള കോഴ്സാണോ? ഒന്നാമത്തെ സംശയമാണ്.
ഇപ്പൊ നിങ്ങളുടെ ഉള്ളിൽ സംശയം പോയിട്ടുണ്ടാവൂല. ഇപ്പൊ കോഴ്സിന് ചേർന്ന് പഠിപ്പിക്കേണ്ടതൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട് ടീച്ചർമാരൊക്കെ കൊള്ളാം. ജിഷ മിസ്, ആതിര മിസ്, അപർണ മിസ്, അശ്വതി ടീച്ചർ, ജോബ് സാറ് കൊള്ളാം, നന്നായി പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ സർട്ടിഫിക്കറ്റ് വാല്യൂ ഉള്ളതാണ്, സാധ്യതയില്ല. 8,000 രൂപ പഠിപ്പിക്കുന്നത്. 8,000 രൂപ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്, കുറുക്കുകൊണ്ട് എത്തിക്കാൻ പറ്റും. ഇങ്ങനെയായിരിക്കും അടുത്ത ചിന്ത വരുന്നത്. നിങ്ങളൊരു മോണ്ടിസോറി സ്ഥാപനത്തിൽ മോണ്ടിസോറിയുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചുകൊണ്ട് വേറെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിച്ചന്വേഷിച്ചിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അവിടെ 30,000 രൂപക്കാണ് മോണ്ടിസോറി പഠിപ്പിക്കുന്നത് എങ്കിൽ, മോണ്ടിസോറി പഠിപ്പിക്കുന്നത് 30,000 രൂപക്കാണ് എങ്കിൽ, നിങ്ങൾ ഇവിടെ 8,000 രൂപക്ക് ചേർന്നതിന് ശേഷം അവർക്ക് ഒരു ബാക്കപ്പ് കോൾ വരാം. ഹലോ, ആരാണ്? ഫാത്തിമ നഹാസ് അല്ലേ? ഫാത്തിമ നഹാസ് പറയൂ, കോഴ്സിന് ചേരുന്നുണ്ടോ? അപ്പൊ ഫാത്തിമ പറയും, അയ്യോ ഞാൻ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചേർന്നു, 8,000 രൂപ ഫീസ് ഉള്ളൂ. ഓക്കെ, അത് പറയുമ്പോ അവര് പറയാൻ പോണ മറുപടി എന്താന്ന് അറിയാമോ? എന്താ മറുപടി അറിയോ? ഫേക്കാണ്. മേലെ പറമ്പിലെ ഞാൻ പറയാം. മേലെ പറമ്പിലെ രാഘവൻചേട്ടന്റെ ഇളയ മോൻ സൽസ്വഭാവിയും സൽഗുണ സമ്പന്നനുമാണ്. കല്യാണാലോചന വന്നതാണ്. മുമ്പ് ഈ മൊബൈലും ഇതൊന്നുമില്ലല്ലോ. ഫേസ്ബുക്ക് എടുത്ത് നോക്കിയിട്ട് തനിക്കോളം അറിയാനായിട്ട് പറ്റും എളുപ്പത്തിൽ. ഓക്കെ, അപ്പോ അതൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ അന്വേഷിച്ചിട്ട് ആ നാട്ടിൽ ചെല്ലും. കവലയില് കലങ്കുമ്പ് ഇരിക്കുന്ന ചേട്ടന്മാരോട് ചോദിക്കും, ചേട്ടാ പയ്യൻ എങ്ങനെയുണ്ട്? അപ്പോ കവലയിൽ ഇങ്ങനെ വലിച്ച പറയും, അവനെ കുറിച്ച് ഞാനിനി വല്ലതും പറഞ്ഞിട്ട് വേണം എന്ന് മാത്രം പറയുള്ളൂ. പയ്യൻ നല്ലതാണെന്ന് മോശമാണെന്ന് ഒന്നും ചേട്ടൻ പറഞ്ഞിട്ടില്ല, കുഴപ്പക്കാരാണെന്നൊന്നും പറഞ്ഞില്ല. അവനെ കുറിച്ച് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് വേണം, എന്റെ പൊന്നെ ഞാനില്ല എന്ന് പറയും. അതോട് കൂടിയിട്ട് കല്യാണത്തിന്റെ ആലോചന അന്വേഷിക്കാൻ വന്നാൽ ചിത്രം വ്യക്തമായി മനസ്സിലായി. അതുപോലെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരി ഇപ്പൊ ആരുടെ ഞാൻ പറഞ്ഞത് ഫാത്തിമയോട് പറയും, ഫാത്തിമ 8,000 രൂപ കോഴ്സല്ലേ, ഒരു കാര്യം ചെയ്യും, ഒന്നുകൂടി ഒന്ന് അന്വേഷിച്ചേക്കിട്ട, ഇത്രയും പറയുള്ളൂ. ഫാത്തിമയുടെ മനസ്സിൽ, വിദ്യയുടെ മനസ്സിൽ, അശ്വിതയുടെ മനസ്സിൽ, അഗ്ലിയുടെ മനസ്സിൽ, നമ്രതയുടെ മനസ്സിൽ, ദീപ്തിയുടെ മനസ്സിൽ, ജിഷയുടെ മനസ്സിൽ, എല്ലാവരുടെയും മനസ്സിൽ കേൾക്കുമ്പോഴേ അയ്യോ പണി പാടുക എന്നുള്ളത് തോന്നരുത്. ഓക്കെ, അപ്പോ ആ ഭാഗമാണ് നമ്മൾ അടുത്തതായിട്ട് ക്ലിയർ ചെയ്യാൻ പോകുന്നത്. ആ ഭാഗത്തിന്റെ പേര് സർട്ടിഫിക്കേഷൻ. ഓക്കെ, ഈ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. നമ്മുടെ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് എത്ര സർട്ടിഫിക്കറ്റ് ആണ്? കമോൺ എത്ര സർട്ടിഫിക്കറ്റ് ആണ്? 2 സർട്ടിഫിക്കറ്റ്. ഒരു തരം, 2 തരം, ഒരു തരം, 2 തരം. കമോൺ നമ്മുടെ കോഴ്സിനൊപ്പം അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒറ്റ സർട്ടിഫിക്കറ്റ് ആണ്, ഒരേ ഒരു സർട്ടിഫിക്കറ്റ്. അത് ദേശീയ തലത്തിലുള്ളതാണ്, നാഷണൽ ലെവൽ സർട്ടിഫിക്കേഷൻ കൗൺസിൽ ആണ്. 6 ഫീച്ചേഴ്സ് ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്, 6 സവിശേഷതകളുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓരോന്നോരോന്നായി ഞാൻ പറയാം. ഒന്നാമത്തേത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി സർട്ടിഫിക്കറ്റ് ആണ്, RSPCA സർട്ടിഫിക്കറ്റ്. റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി, RSPCA. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത് ഓഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ആറാമത്തേത് ISO സർട്ടിഫിക്കറ്റ് ആണ്. ഏഴാമത്തേത് UAE അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എട്ടാമത്തേത് സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഈ സർട്ടിഫിക്കറ്റ് ആണ് ഈ കോഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തരുന്നത്. മേരിച്ച് ചികിത്സ ചീഞ്ഞ ചാളക സർട്ടിഫിക്കറ്റ് അല്ല. ഓക്കെ, വേറെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും 50,000 60,000 രൂപ കൊടുക്കാനും എംപ്ലോയ്മെന്റ് എക്സിറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് പലരും കൊടുക്കാറില്ല. നമ്മൾ അങ്ങനെയുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിന് മുമ്പ് അതിന്റെ ഇടയ്ക്ക് പറയാനായി വിട്ടുപോയ ഒരു കാര്യം പറയട്ടെ. മോണ്ടിസോറി
ടീച്ചർ ട്രെയിനിങ് കോഴ്സാണല്ലോ നിങ്ങൾ പഠിക്കുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് ജോലി കിട്ടുക? നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള വിദേശ രാഷ്ട്രങ്ങളിൽ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള, കേരളത്തിനകത്തും ഇന്ത്യയിലെമ്പാടും വിദേശത്തുമുള്ള 4 തരത്തിലുള്ള 4 സ്വഭാവങ്ങളിലുള്ള സ്കൂളുകളിലാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. അത് ഗവൺമെന്റ് മേഖലയിലല്ല. ശ്രദ്ധിച്ചു കേൾക്കുക. ഗവൺമെന്റ് മേഖലയിലല്ല, അത് സ്വകാര്യ മേഖലയിലാണ്. പ്രൈവറ്റ് വിഭാഗത്തിലുള്ള പ്രൈവറ്റ് സ്കൂളുകളിലാണ്. CBSE സ്കൂൾ, ICSE സ്കൂൾ, അൺഎയ്ഡഡ് സ്കൂൾ, പ്രൈവറ്റ് സ്കൂൾ, 4 സ്കൂളുകളാണ്. പ്രൈവറ്റ് സ്കൂള്, അൺഎയ്ഡഡ് സ്കൂള്, CBSE സ്കൂള്, ICSE സ്കൂൾ. ഈ 4 തരത്തിലുള്ള സ്കൂളുകളിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് മോണ്ടിസോറി പഠിച്ചു കഴിഞ്ഞാൽ നിയമനം ലഭിക്കുന്നത്. മോണ്ടിസോറി സാധാരണഗതിയിൽ ഏത് ക്ലാസ്സുകാരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? 3 മുതൽ 6 വയസ്സ് വരെ പ്രായമുള്ളത്. ആരെങ്കിലും ഒരാൾ മാത്രം പറയൂ. 3 to 6 years. കേൾക്കണില്ല, ഞാൻ പറയാം. മോണ്ടിസോറി യഥാർത്ഥത്തിൽ കിൻഡർ ഗാർട്ടനിൽ മാത്രം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോഴ്സാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ. LKG, UKG ഇതിനൊക്കെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് എന്ന് പറയുന്നത്. ഞാനിപ്പോ ഇരുന്ന് ഈ ക്ലാസ് എടുക്കുന്നത് എറണാകുളം ജില്ല നോർത്ത് പറവൂരിലെ പാലിയം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. കേരളത്തിനകത്ത് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചതിന് ശേഷം വഴി നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന സമരം നടന്ന സ്ഥലമാണ് പാലിയം. ആ പാലിയം സത്യാഗ്രഹത്തിന്റെ ആ സ്പോട്ടിൽ നിന്നത്തെ ക്ലാസ്സിലുണ്ട്. ഇവിടുന്ന് 10 മീറ്റർ ഇല്ല ആ സ്ഥലത്തേക്ക്. നമ്മുടെ ഓഫീസിന്റെ പുറത്തതാണ്. നമ്മുടെ ടീച്ചിങ് ആൻഡ് ടെക്നിക്കൽ സെഷൻ വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ്. ഞങ്ങളുടെ ഈ ഓഫീസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു ഹോട്ടലാണ്. ഹോട്ടലിലെ ചായ അടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ ഒരു ദിവസം പെട്ടെന്ന് മരണപ്പെട്ടത്. അവിടെ പുതിയൊരു പയ്യനെ അവർ അപ്പോയിന്റ്മെന്റ് ചെയ്തു. ആ പയ്യന്റെ പേര് രമേശ് എന്നാണ്. രമേശിനെ കൊണ്ടുവന്നത് എന്തിനാണ്? ചായ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. ചായ അടിക്കാൻ വേണ്ടി രമേശിനെ കൊണ്ടുവന്നു. പക്ഷെ രമേശിനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിയുടെ ഓണർ ശ്രീകുമാരായന്റെ കാര്യം മനസ്സിലായത്. ഇവൻ ചായ അടിക്കാൻ മാത്രമല്ല, ഇവൻ പൊറോട്ട അടിക്കും, ചപ്പാത്തി ഉണ്ടാക്കും, കുറുമക്കറി വെക്കും. നന്നായി കുറുമക്കറി ഉണ്ടാക്കും. അപ്പൊ ഉദ്ദേശിച്ചത് ചായ അടിക്കാനാണെങ്കിലും പിന്നെ അവസ്ഥ ഈ പാചകക്കാരനായി മാറി. അതുപോലെ കിൻഡർ ഗാർഡനിലേക്കുള്ള വേക്കൻസികളിലോട്ടാണ് നിങ്ങൾ ക്ഷണിക്കപ്പെടുന്നത്. എങ്കിലും ഒരു സന്തോഷ വാർത്തയാണ്. നേരത്തെ പറഞ്ഞ പോലെ ലഡു പൊട്ടാനുള്ള ഒരു വാർത്തയാണ്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ, എത്രാം ക്ലാസ് വരെ? 8ാം ക്ലാസ് വരെയൊക്കെ പഠിപ്പിക്കാൻ മോണ്ടിസോറി മാത്രം അടിസ്ഥാന യോഗ്യതയുള്ള ആളുകളെ സ്കൂളുകാരെടുക്കുന്നുണ്ട്. ലഡു പൊട്ടിയ. അപ്പൊ നിങ്ങൾക്ക് ഒരു ആശങ്ക, ഈ പുള്ളിക്കാരൻ രാവിലെ തന്നെ വന്നിരുന്ന് വെറുതെ വളവറോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ പക്ഷെ തോന്നിയോ? എനിക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നെന്ന്. ഞാനും ധരിച്ചു വെച്ചിരുന്നത് വല്ല LP ക്ലാസ് വരെ, 4ാം ക്ലാസ് വരെ പഠിപ്പിക്കാൻ പറ്റുന്നത് നമുക്ക് അതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് വരെ പഠിപ്പിക്കാന്. പക്ഷെ നമ്മൾ ഒരുപാട് വിദ്യാർത്ഥികൾ, എവിടെയൊക്കെ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികള്, ബാച്ച് ഔട്ട് ആയിട്ടുള്ള വിദ്യാർത്ഥികള് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പേ 8ാം ക്ലാസ്സിലേക്കും 7ാം ക്ലാസ്സിലേക്കൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ടീച്ചർമാരായി നിയമിക്കപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇപ്പൊ MD8 എന്ന് പറയുന്ന ബാച്ചാണ്. MD8 ബാച്ചിന്റെ എക്സാം നടക്കാൻ പോകുന്നേ ഉള്ളൂ. എക്സാം നടന്നിട്ടില്ല. അതിൽ ഒരുപാട് പേര് ജോലി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിലൊരു കുട്ടിക്ക് ജോലി കിട്ടിയാൽ 8ാം ക്ലാസ്സിലേക്കാണ്. 7ാം ക്ലാസ്സിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. അതിന് മോണ്ടിസോറി മാത്രമല്ല, എനിക്ക് ഡിഗ്രി ഉണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവും. ചില ആളുകളുടെ പെർഫോമൻസ് ലെവലിൽ ഒരുപാട് മികച്ചതായിരിക്കും. ഓക്കെ, അങ്ങനെ മോണ്ടിസോറി മാത്രം കാരണം കൊണ്ടല്ല, വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അത്തരത്തിലുള്ള നിയമനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോ ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം കൂടി വന്നേക്കാം.
ഗവൺമെന്റ് സ്കൂളിൽ സാറേ, പക്ഷേ ഈ മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ചില ആളുകൾ കേന്ദ്രഗാർഡനിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, അത് ഞാൻ അവസാനം പറയാട്ടോ, നിങ്ങൾ ചോദിച്ചു. നമുക്കിനി പാതി പറഞ്ഞു വെച്ചാൽ സർട്ടിഫിക്കേഷനിലേക്ക് പോവാം. ഒന്ന് ഞാൻ പറയുന്നത് ദേശീയ തലത്തിലുള്ള ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് RSBC എന്ന് പറയുന്നത്. ദേശീയ തലത്തിലുള്ള വേറെ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ കൗൺസിലിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഒന്ന് പറയാമോ? നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ, NCVT. രണ്ടാമത്തെ വേറൊന്ന് പറയാം, നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മറന്നുപോയാക്കുന്നതാണെന്നേ. VSS കേട്ടിട്ടില്ലേ? ഭാരത് സേവക് സമാജ് കേട്ടിട്ടില്ലേ? ആരും കേട്ടിട്ടില്ലേ? അമ്മ കേട്ടിട്ടുണ്ട്. ഓർമ്മയിൽ കിട്ടിയില്ല അല്ലെ? ഭാരത് സേവക് സമാജ്, NCVT. NCVE ആക്ട്, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. അതുപോലെ ദേശീയ തലത്തിൽ, ഇന്ത്യക്കകത്ത് ദേശീയ തലത്തിൽ ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ് RSBCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ഓൺലൈനിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്, ഓൺലൈനില് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഓൺലൈനിൽ വെരിഫൈ ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സർട്ടിഫിക്കറ്റ്. എങ്ങനെയാണ് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമാകുന്നത്? ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമാകുന്നത്, നിങ്ങൾ ശങ്കരൻചേട്ടന്റെ കടയിൽ പോയി 6 കോഴിമുട്ട മേടിച്ചു. 6 കോഴിമുട്ടക്ക് 36 രൂപ. നിങ്ങളുടെ കയ്യിൽ 50ന്റെ നോട്ടാണ്, ശങ്കരൻചേട്ടന്റെ കയ്യിൽ ചില്ലറയില്ല. ശങ്കരൻചേട്ടൻ പറയും, മോളെ അവിടെ ജീപേ ചെയ്യാനുള്ള QR കോഡ് ഉണ്ട്, അതിൽ സ്കാൻ ചെയ്തോളൂ എന്ന് പറയും, ഇല്ലേ? അതുപോലെ നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നേരെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയുടെ വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. സബിക, ജിഷ, ദീപ്തി, ലന, ലക്ഷ്മി, നിങ്ങൾക്കൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. ആ സീരിയൽ നമ്പർ ആ വെബ്സൈറ്റില് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ എന്താ സംഭവം? അവിടെ അടിച്ചു കൊടുക്കുമ്പോൾ മഞ്ജു വാര്യന് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പോലെ നിങ്ങൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന നിങ്ങളുടെ ഒരു ഫോട്ടോ ഏത് വെബ്സൈറ്റില്? സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി RSBCAയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകും. നിങ്ങളുടെ ഒരു ഫോട്ടോ, നിങ്ങളുടെ അക്കാദമിക് മികവ്, നിങ്ങളുടെ പെർഫോമൻസ്, കോഴ്സിന്റെ മൊഡ്യൂള്, കുറെ കാര്യങ്ങൾ അതിലുണ്ടാകും. നിങ്ങളുടെ വീട് ഒറ്റപ്പാലത്താണ്, നിങ്ങൾ ഇന്റർവ്യൂവിന് പോയിട്ടുള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ചെന്നിരുന്ന് സദാശിവൻ സാറിനും പരിശോധിക്കാം, ആഫ്രിക്കയിൽ ചെന്ന് ടുട്ടുവിനും പരിശോധിക്കാം. ഓസ്ട്രേലിയയിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ എവിടെ ചെന്നിരുന്നാലും അവിടെ ഇരുന്ന് എംപ്ലോയർക്ക് ഒരു നിമിഷം കൊണ്ട് ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഉള്ളടക്കേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണിത്. ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസി അറ്റസ്റ്റേഷൻ. എന്താണ് ഇന്ത്യൻ എംബസി? എന്താണ് ഇന്ത്യൻ എംബസി? പറയൂ. അയ്യോ അറിയില്ല. ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്ത് ഉള്ള പൗരന്മാർ, ഇന്ത്യയിലെ പൗരന്മാർ വിവിധ ആവശ്യങ്ങൾക്കായിട്ട് പുറത്തേക്ക് പോകും, വിദേശത്തേക്ക് പോകും. പുറത്തേക്ക് വെച്ചാൽ വീടിന് പുറത്തേക്കല്ല, വിദേശത്തേക്ക് പോകും. വിദേശത്തേക്ക് പോകുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ടൂറിസ്റ്റുകളായി പോകും, ജോലി തേടി പോകും, പഠിക്കാൻ വേണ്ടി പോകും. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔദ്യോഗിക സംവിധാനമാണ് ഏത്? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത്. ആ ഇന്ത്യൻ എംബസി നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്ന ഈ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് തരും. നിങ്ങളുടെ SSLC ബുക്കിന്റെ കോപ്പി നിങ്ങൾ അറ്റസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടെയാണ് കൊണ്ടുപോകുന്നത്? തൊട്ടടുത്തൊരു മൃഗാശുപത്രി ഉണ്ടെങ്കിൽ, ഒരു +2 സ്കൂൾ ഉണ്ടെങ്കിൽ, ഒരു ഗവൺമെന്റ് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് നിങ്ങൾ ഈ ഫോട്ടോസ്റ്റാറ്റും ഈ ഒറിജിനൽ കൂടി കൊണ്ടുവന്ന് അവിടുത്തെ ഗസറ്റഡ് ഓഫീസറിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും, ഇല്ലേ? അങ്ങനെ വെക്കുമ്പോൾ ഈ ഫോട്ടോസ്റ്റാറ്റ് നോക്കിയിട്ട് ഈ ഒറിജിനലുമായിട്ട് ക്രോസ് മാച്ച് ചെയ്ത് അറ്റസ്റ്റ് ചെയ്തു തരും. അതുപോലെ ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്തു തരും. അടുത്തത് മോഫ് അറ്റസ്റ്റേഷൻ, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചില് പേര് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് കഴിയുമ്പോൾ SSLC അതിൽ അറ്റാച്ച് ചെയ്തു,
+2 അറ്റാച്ച് ചെയ്തു, ഡിഗ്രി അറ്റാച്ച് ചെയ്തു, കമ്പ്യൂട്ടർ കോഴ്സ് അറ്റാച്ച് ചെയ്തു, അതുപോലെ മോണ്ടിസോറി കോഴ്സും നിങ്ങൾക്ക് അതിനോടൊപ്പം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ രജിസ്ട്രേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. മനസ്സിലായി? അടുത്ത സംഭവം. അപ്പോ സർട്ടിഫിക്കറ്റിന്റെ ആ ഒരു ഭാഗമായി അടുത്തത് ഇതിനോടൊപ്പം മറ്റൊരു സർട്ടിഫിക്കറ്റ് കൂടിയുണ്ട്. വിദ്യ നേരത്തെ പറഞ്ഞു 2 സർട്ടിഫിക്കറ്റ് ആണെന്ന് പറഞ്ഞു. കോഴ്സിനോടൊപ്പമുള്ള സർട്ടിഫിക്കറ്റ് ഒരൊറ്റ സർട്ടിഫിക്കറ്റ് ആണ്. ആ സർട്ടിഫിക്കറ്റ് RSDCA സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്കിൽ കോഴ്സുകൾക്ക് വിദേശത്ത് പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കാറുണ്ട്. അത് പരിഗണിക്കുന്നത് ഡ്യുവൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ. STC കാനഡ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്, അന്തർദേശീയ തലത്തിലുള്ള സർട്ടിഫിക്കറ്റ് ആണ്, ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. നിങ്ങൾക്ക് വിദേശത്ത് പോയി ജോലി നോക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ STC സർട്ടിഫിക്കറ്റ് വാങ്ങണം. അതിന് പ്രത്യേകം പൈസയുണ്ട്. ആ പൈസ അടച്ചെങ്കിൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോ 2 സർട്ടിഫിക്കറ്റ് ആണുള്ളത്. ഒന്ന് RSDCA സർട്ടിഫിക്കറ്റ്, രണ്ടാമത്തേത് പിന്നെ STC സർട്ടിഫിക്കറ്റ്. അതില് നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് STC സർട്ടിഫിക്കറ്റിന് 1800 രൂപ നിങ്ങൾ എക്സ്ട്രാ അടക്കണം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. എല്ലാവരും വാങ്ങണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സ്വപ്നങ്ങളുമായി ഇരുന്ന് നമ്മുടെ നാട്ടിനകത്ത് അമ്പലത്തിലെ ഉത്സവവും പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടി ഈ നാട്ടിൽ ചെറിയ സന്തോഷങ്ങളിൽ കഴിഞ്ഞുകൊള്ളുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ വാങ്ങേണ്ടതില്ല സർട്ടിഫിക്കറ്റ്. വിദേശത്ത് പോയി ജീവിക്കണം, ജോലി ചെയ്യണം, ഒരുപാട് വരുമാനം ഉണ്ടാക്കണം, ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1800 രൂപ അടച്ച് ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റിന്റെ പൈസ ഇപ്പോ അടക്കണ്ട. നിങ്ങള് കോഴ്സ് കഴിയുന്ന സമയത്ത് എക്സാം ഫീസ് അടക്കുന്ന സമയത്താണ് നിങ്ങൾ ആ പൈസ അടക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ഇല്ല, ഒരു വർഷം കഴിഞ്ഞിട്ട് പോകാനാണ് പ്ലാനെങ്കിലും ഇപ്പൊ തന്നെ ആ സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ സമയത്ത് ആ സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുകയില്ല. സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ കോഴ്സ് കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഓക്കെ, ഇതാണ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. മറ്റൊന്ന് എക്സാം ഫീസ് ആണ്. എക്സാം ഫീസ് 1500 രൂപയാണ്. എക്സാമിന് നിങ്ങൾ ഫീസ് അടക്കണം. 1500 രൂപ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ ഫീസ് അടച്ചാൽ മതി. ഓക്കെ, ഇപ്പോ നിങ്ങൾ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടാണ് ഈ കോഴ്സിൽ ചേർന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഫീസ് അടക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ തീയതിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ PROമാര് നിങ്ങളെ അറിയിക്കുന്നതാണ്. PROമാർ അറിയിക്കും. നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലെ ടീം നിങ്ങളെ വിളിക്കുന്നതാണ്. അവര് വിളിച്ചിട്ട് പിന്നെ ആ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പൊ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ടാൽ മതി. എന്നാൽ ഒരുമിച്ച് നിങ്ങൾ പൈസ അടക്കുന്നു എങ്കിൽ ഈ മാസം 20-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടക്കുകയാണെങ്കിൽ നിങ്ങൾ 7000 രൂപ ഇനി അടക്കണ്ട, 6000 രൂപ അടച്ചാൽ മതി. ഒരുമിച്ച് അടക്കുകയാണെങ്കിൽ 6000 രൂപ മാത്രം അടച്ചാൽ മതി. 7000 രൂപ അടയ്ക്കേണ്ടതില്ല. 1000 രൂപ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അത് PGക്ക് അങ്ങനെ തന്നെയാണോ? PGക്ക് 11000 രൂപ നിങ്ങൾ അടക്കണ്ട, 10000 രൂപ അടച്ചാൽ മതിയാകും. ഇതാണ് പ്രാഥമികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം. അടുത്തത് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. 7 വിഷയങ്ങളാണ് ഉള്ളത് പറയുന്നു. 100 മാർക്കിലായിരിക്കും ഒരു എക്സാം ഉണ്ടാകുക. അങ്ങനെ 700 മാർക്കിൽ ഡിപ്ലോമയും 900 മാർക്കിൽ 900 മാർക്സ് PG ഉണ്ടായിരിക്കും. അതില് ഡിപ്ലോമയ്ക്ക് 500 മാർക്കിന്റെ ഇന്റേണൽ മാർക്ക് ഉണ്ടാകും. അങ്ങനെ 1200 മാർക്കിലായിരിക്കും നിങ്ങൾക്ക് മൊത്തം എക്സാം ഉണ്ടായിരിക്കുക. PGക്ക് 1500-ലായിരിക്കും മൊത്തം എക്സാം ഉണ്ടായിരിക്കുക. 900 മാർക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമിൽ കൂടി നിങ്ങൾ എഴുതിയെടുക്കേണ്ടതും 600 മാർക്ക് നിങ്ങൾക്ക് ഇന്ത്യന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന ഇന്റേണൽ മാർക്കുമായിരിക്കും.
വേറെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരുണ്ട്, എങ്ങനെയെങ്കിലും നിങ്ങൾ പഠിച്ചു പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിശ്ചയമായും നിങ്ങൾ അസൈൻമെന്റുകൾ ചെയ്യണം, റെക്കോർഡുകൾ എഴുതണം. എന്നാൽ ആ റെക്കോർഡുകൾ ടീച്ചർമാര് പറയുന്ന ആ സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല. പക്ഷെ നിങ്ങൾ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാകും. കോഴ്സ് കഴിയുന്നതിന് മുമ്പാണെങ്കിലും നിങ്ങൾ ചെയ്ത് തീർത്താൽ മതിയാകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ തുടങ്ങാൻ സമയം വൈകിയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ചുരുക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രാഥമികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സെക്കൻഡ് മാത്രം, ഒരു ഷോർട്ട് ബ്രേക്ക്, 1 സെക്കൻഡ്. സർ അടുത്ത ഭാഗം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ഉത്തരം, സംശയങ്ങൾ നമുക്ക് ദൂരീകരിച്ചു പോകാം. അതിന് മുമ്പ് ഒരു 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് അസൈൻമെന്റുകൾ ഉണ്ടാവും. അസൈൻമെന്റുകൾ നിങ്ങൾക്ക് തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ടീച്ചർമാരാകാൻ വേണ്ടിയിട്ട് പോകുന്ന ആളാണ്. ടീച്ചർമാരാകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള അനുഭവങ്ങളിൽ കൂടിയും നിങ്ങൾ കടന്നു പോകേണ്ടതുണ്ട്. നിങ്ങൾ പാട്ട് എഴുതാൻ പഠിക്കണം, കവിത എഴുതാൻ പഠിക്കണം, കഥ എഴുതാൻ പഠിക്കണം. ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇതൊന്നും ചെയ്യാതെ നമുക്ക് ടീച്ചർ ആവാനായിട്ട് പറ്റുകയില്ല. നിങ്ങൾ പഠിക്കാൻ പോകുന്നത് കുഞ്ഞുമക്കളോടാണ് സംവദിക്കാൻ പോകുന്നത്. ഈ ലോകത്ത് ഏറ്റവും നിഷ്കളങ്കരായിട്ടുള്ള ആളുകളാണ്. അവരുടെ വഴക്കുകളിൽ പോലും ഒരു കുറുമ്പും സ്നേഹവും ഉണ്ടാകും. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പു പറയും. ഇന്ന് നമ്മൾ ജീവിതത്തിൽ ആദ്യമായി കണ്ട ഈ ദിവസത്തിൽ ഉണ്ടായിരുന്ന സബിതയും വിദ്യയും ഫാത്തിമയും ജിൻസും ദീപ്തിയും തുഷയും സബിതയും ഒന്നും ആയിരിക്കില്ല ഈ കോഴ്സ് കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ എഴുതി വെച്ചോ, കലണ്ടറിൽ എഴുതി വെച്ചോ. നിങ്ങൾ ഇനി നമ്മളെ നേരിൽ കാണുമ്പോൾ പറയും. നിങ്ങളുടെ സ്വഭാവത്തിനകത്ത് വലിയ മാറ്റങ്ങൾ വരുത്താൻ പ്രാപ്തിയുള്ള ഒരു കോഴ്സാണ് ഇത്. കേവലം ഒരു ജോലിക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോഴ്സ് അല്ല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുന്ന പാരന്റിങ് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതാ, എങ്ങനെ അവരോട് പെരുമാറണം എന്നുള്ളത്, അത് നിങ്ങൾ ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സഹജീവികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ന് നമ്മള് ചെറുപ്പത്തിൽ ഒരു കവിത പഠിച്ചിട്ടുണ്ട്. അരളിച്ചെടിയുടെ ഇലതന്നടിയിൽ അരുവക്കിങ്ങടി പോലെ എന്ന് പറഞ്ഞിട്ടൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ടോ 4ാം ക്ലാസ്സിൽ. ഓക്കെ, അപ്പോ ആ കവിതയിൽ പറയുന്ന പോലെ ആ ഇലയുടെ അടിയിലുള്ള ചിത്രശലഭത്തിന്റെ പോലുള്ള അത്തരത്തിലുള്ള മുഴുവായിട്ടുള്ള ഒരു ജീവിതം, ആ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഗ്രൂപ്പയിലേക്കുള്ള മാറ്റത്തിലേക്ക് മാറാൻ പോവുകയാണ്. ഗ്രൂപ്പയിലേക്ക് ആ പുഴു കുറെ നാളെ ആ ഇലയുടെ അടിയിൽ ഇങ്ങനെ നിൽക്കും. അതിന്റെ തോടുണ്ടാക്കി ആ കവചത്തിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഒരുപാട് നാളിരുന്ന് അതിന്റെ ഉള്ളിൽ ആന്തരിക മാറ്റങ്ങൾ ഉണ്ടാകും. ആന്തരിക മാറ്റങ്ങളുടെ ഭാഗമായി അതിന് വർണ്ണാഭമായിട്ടുള്ള ചിറകുകൾ വരും. ആ ചിറകുകൾ കൊണ്ട് അത് ഈ ലോകത്തിന്റെ ഉയരങ്ങളിലേക്ക് പാറി പറന്നിറങ്ങും. കാണുന്ന ആളുകളിൽ മുഴുവൻ സന്തോഷം നിറച്ചു. എല്ലാ പൂക്കളോടും കിന്നാരങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ പൂത്തുമ്പികൾ ഈ ലോകത്തെ സന്തോഷത്തിൽ ആറാടിച്ചുകൊണ്ട് ഇവിടെ പാറി നടക്കും. അതുപോലെ ജീവിത സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ വരുന്ന ദേഷ്യത്തിനെ, വാശിയെ, വൈരാഗ്യത്തെ, നിരാശയെ, ഇതിനെയൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തിന്റെ വലിയ കൊട്ടാരങ്ങൾ പണിതുയർത്താൻ, നിങ്ങളുടെ ചിന്തകളിലേക്ക് ഒരു സ്ഫോടനം നടത്തുവാൻ വേണ്ടിയിട്ട് പ്രാപ്യമായിട്ടുള്ള ഒരു കോഴ്സാണ് ഈ മോണ്ടിസോറി കോഴ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് ഇത്രയും ദീർഘമായി പറയുന്നത് ഇത് വെറും ഒരു കോഴ്സ് അല്ല. ഇത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ
പകർത്തേണ്ട, പടർത്തിയെടുക്കേണ്ട, പകർന്നു കൊടുക്കേണ്ട പുതിയ പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ രംഗത്തിറക്കിയിട്ടുള്ള ടീച്ചർമാർ എന്ന് പറയുന്നത് ചെറിയ ആളുകളല്ല കേട്ടോ, ചെറിയ ആളുകളല്ല. ഈ മേഖലയിലെ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളാണ്. മോണ്ടിസോറിയുടെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ളത് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ കോഴ്സ് ഇപ്പൊ നിങ്ങളോട് സംബന്ധിച്ചുകൊണ്ടിരുന്ന ജിസർ. ഓക്കെ, നിങ്ങൾക്ക് പുതിയ ചിന്തകൾ ഇട്ട് തരാൻ, നിങ്ങളെ മാറ്റി തീർക്കാൻ, നിങ്ങളുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാവുന്നു. ഈ പെൺകൊച്ചുങ്ങൾക്ക്, ഈ നിങ്ങളെ കൊച്ചുങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഈ സ്ത്രീകൾക്ക് പൊതുവിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അപേക്ഷിച്ചിട്ട് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യാസമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ പറയാം. ഒരു മാസത്തിലെ ഒരു സ്ത്രീ 4 തരത്തിലുള്ള മാനസിക ഭാവങ്ങളിലൂടെ കടന്നു. നമുക്കതൊന്നും ചർച്ച ചെയ്യാനുള്ള ഒരു സമയം ഇപ്പില്ല എന്നുള്ളത് 1-2 ഭാഗത്തേക്ക് ചുരുക്കാം. സ്ത്രീകളുടെ ശരീരം എന്ന് പറയുന്നത് ഹോർമോൺ ഫ്ലക്ച്വേഷനുകളുടെ, ഹോർമോൺ വ്യതിയാനങ്ങളുടെ കലവറകളാണ്. ഒരു ദിവസം നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ ഒരു നിരാശ, ഒരു കാരണവുമില്ലാതെ ദേഷ്യം, ഒരു കാരണവുമില്ല. തലേ ദിവസം രാത്രി സുന്ദരമായി കിടന്നു തുടങ്ങിയതാണ്. ഒരു കാരണവുമില്ലാതെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഒരു മൂഡ് ഓഫ്, ഒന്നിനുമില്ലാത്ത ഒരു മൂഡ് ഓഫ്, വല്ലാത്ത ഒരു ദേഷ്യം, ചിലപ്പോ ഒരു വാശി. അപ്പൊ അങ്ങനെയൊക്കെ പൊതുവിൽ സ്ത്രീകളിൽ അത്തരത്തിൽ ആണുങ്ങളെ അപേക്ഷിച്ചിട്ട് അത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ വളരെ വലുതാണ്. അത് അവരുടെ ശരീരത്തിനകത്തുള്ള ഹോർമോൺ വ്യതിയാനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് അതുണ്ടാകുന്നത്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേര് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കൂത്തുമ്പികളെ പോലെ പാറി നടന്ന് സ്വപ്നങ്ങൾ കണ്ടു നടന്നവര് കല്യാണം കഴിഞ്ഞോട് കൂടിയിട്ട് ഈ തുമ്പിയുടെ 2 ചിറകം കട്ട് ചെയ്ത് കൂത്തുമ്പിയുടെ ലോകവും പോയി, പറക്കലും പോയി, ഒക്കെ പോയി. ഉത്തരവാദിത്വങ്ങളുടെ പെരുങ്കടലിൽ വീണ്ടും നിലയില്ലാക്കയറ്റിൽ വീണ്ടും തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉത്തരവാദിത്വം. വീട്ടിൽ അമ്മായി അച്ഛനുണ്ട്, അമ്മായി അമ്മയുണ്ട്, ഹസ്ബൻഡ്, മക്കൾ, ഇവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല. തന്റെ ജീവിതം ഈ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ അടച്ചപ്പെട്ടു പോകുമോ? തന്റെ കാൽച്ചട്ടലുകൾ വീണ് താൻ പാരതന്ത്രത്തിന്റെ ഇരുട്ടറയിലേക്ക് പോകുമോ എന്ന് ആശങ്കപ്പെട്ട് എന്റെ ദൈവമേ, എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ എന്ന് ആശങ്കപ്പെടുന്ന ഒരുപാട് വലിയ വിഭാഗം ആളുകളുണ്ട്. ഓക്കെ, സ്ത്രീകളിലെ ഞാൻ കേരളത്തിലെ കാര്യം പറയുന്നത് കേട്ടോ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 ആണ്. പക്ഷെ അപ്പോഴും സ്ത്രീ ശാക്തീകരണത്തിന്റെ കാര്യത്തിൽ വളരെയധികം പിന്നിലാണ് നിൽക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും ഒരു പുരുഷാധിപത്യ മനസ്സാണ്, ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കേരളത്തിനകത്തുള്ളത്. ഓക്കെ, അപ്പോ അതിന്റെയൊക്കെ ഭാഗമായി കൂട്ടിലടക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. നിങ്ങളുടെ ചിന്തകളെ വിശാലമാക്കാൻ പോവുകയാണ് ഈ കോഴ്സിലൂടെ. നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങൾ തിരിച്ചു പിടിക്കാൻ പോവുകയാണ് ഈ കോഴ്സിലൂടെ. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കുഞ്ഞുമക്കളും ഭർത്താവും നാളെ സാക്ഷ്യപ്പെടുത്തും. നീരെങ്ങനെ മാറി എന്ന് ചോദിക്കുമ്പോൾ എന്ത് ഫെയർ ആണ് അവരിത് മാറിയ കാര്യമല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ മുടി മറ്റേ സ്റ്റേറ്റ് ചെയ്ത് മാറിയ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്വഭാവത്തിലെ മേരി ഇപ്പൊ പൊട്ടിത്തെറിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭത്തിൽ മേരി വളരെ കൂളായിട്ട് അത് സാരമില്ല ചേട്ടാ എന്ന് പറയുന്ന രീതിയിൽ, അത് പോട്ടെ മോനെ, അത് നമുക്ക് ശരിയാക്കി എടുക്കാലോ എന്ന് പറയുന്ന രീതിയിൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റി തീർക്കാൻ, ജീവിതത്തെ ശുഭാപ്തി വിശ്വാസത്തോടെ നേരിടാൻ നിങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു കോഴ്സാണ് ഈ കോഴ്സ് എന്ന് മാത്രം. ഇതിന്റെ ഒരു ഭാഗമായി ചുരുക്കി പറഞ്ഞുകൊണ്ട്, ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് നമ്മൾ സംശയങ്ങളിലേക്ക് പോവുകയാണ്. ചെറിയൊരു കഥയാണ്, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ കഥ ഇങ്ങനെയാണ്, ഒരു നുറുങ്ങു കഥയാണ്. ഒരു വലിയ നെൽപ്പാടം. ഓക്കെ, ഏക്കർ കണക്കിനോളം പരന്ന് കിടക്കുന്ന പാടം. എല്ലാ കതിരുകളിലും എല്ലാ ചെടികളിലും, നെൽച്ചെടികളിലും കതിരുകൾ ഇട്ടിട്ടുണ്ട്. അത് സ്വർണ്ണ നിറത്തിൽ സൂര്യരശ്മികളെ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ണടച്ചിരുന്നൊന്ന് ചെവിയിൽ മാത്രം കേട്ട് നിങ്ങളുടെ മനസ്സിൽ ഭാവനയിലൊന്ന് കാണണം കേട്ടോ. ഒന്ന് കാണണേ, വളരെ ശ്രദ്ധയോട് കൂടി. അപ്പോ നമ്മൾ വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോട് കൂടിയിട്ട് ഒരു കഥയുടെ ഉള്ളറകളിലേക്ക് പ്രവേശിക്കുകയാണ്. ഏക്കർ കണക്കിന് വിരിഞ്ഞു നിൽക്കുന്ന പച്ചനിറത്തിലുള്ള ഒരു പാടം. ഓരോ നെൽച്ചെടികളെയും കതിരുകൾ ഇട്ടിട്ടുണ്ട്. ആ കതിരുകൾക്ക് എല്ലാത്തിനും സ്വർണത്തിന്റെ നിറമാണ്, പൂത്തു പഴുത്തു നിൽക്കുന്ന കതിരുകൾ.
ആ കതിരുകളിലേക്ക് സൂര്യകിരണങ്ങൾ ഇട്ട് അവ വെട്ടിത്തിളങ്ങുന്നുണ്ട്. ഈ പാടത്തിന്റെ നടുക്കായി ഒരു കൊച്ചു വീടുണ്ട്. ഓലമേഞ്ഞ ഒരു കുടിൽ, അതിലേക്ക് ഒരു നടപ്പാതയുണ്ട്. വൈകുന്നേരം 6 മണിയോളമായി കാണും. ആ 6 മണിക്ക് 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ പാടത്ത് ആയുധമായി ഉപയോഗിക്കുന്ന തൂമ്പയും തന്റെ തോളിലേന്തി ആ പാടവരമ്പിലൂടെ നടന്നു വരികയാണ്. അവിടെ കാണുന്ന ആ കുടിൽ ആ മുത്തച്ഛൻ്റെതാണ്. മുത്തച്ഛന്റെ വയസ്സ് 92. 92 വയസ്സുള്ള മുത്തച്ഛൻ, നീണ്ടു വളർന്ന വെള്ളിനാരുകൾ പോലെ മനോഹരമായിട്ടുള്ള മുടിയിഴകളോട് കൂടിയ, മനോഹരമായ നാല് വളർത്തിയ നീണ്ട മുടിയിഴകളുള്ള ഒരു അപ്പൂപ്പൻ, 92 വയസ്സ്. ആ മുത്തച്ഛൻ വീടിന്റെ മുറ്റത്തേക്ക് കയറി കിട്ടിയിൽ നിന്ന് വെള്ളം എടുത്തു കാല് കഴുകി. നിങ്ങൾ കാണണോട്ടോ, ആ ദൃശ്യങ്ങളൊക്കെ കാണണേ. കാല് കഴുകി ഇറയത്ത് വന്നിരുന്നു. ഇറയത്ത് ഒരു ബെഞ്ചിട്ടിട്ടുണ്ട്. ആ ബെഞ്ചിൽ കയറിയിരുന്നു. ബെഞ്ചിൽ കയറിയിരിക്കുമ്പോൾ 35 വയസ്സുള്ള അദ്ദേഹത്തിന്റെ പേരമകൾ അകത്ത് നിന്ന് പുറത്തേക്ക് സുലൈമാനി അഥവാ കട്ടൻചായയുമായി കടന്നു വരികയാണ്. എത്ര വയസ്സ്? 35 വയസ്സ്. 92 വയസ്സുള്ള മുത്തച്ഛനും 35 വയസ്സുള്ള പേരമകളും. ആ പേരമ്മകളുടെ കയ്യിൽ നിന്ന് ആ മുത്തച്ഛൻ ചായ വാങ്ങി കുടിച്ചു. ചായ വാങ്ങി കുടിച്ചു കഴിഞ്ഞു. ഒരൽപ്പം സമയം കഴിഞ്ഞു. നേരം ഇരുട്ടി. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു. അകലെ വിഹായസിൽ അനന്തകോടി താരകങ്ങൾ, ഒരുപാട് നക്ഷത്രങ്ങൾ, 1000 കാന്താരി വാരി വിതറിയത് പോലെയുള്ള ഒരുപാട് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിൽക്കുമ്പോൾ ആ പേരമകൾ മുത്തച്ഛനോട് ചോദിക്കുന്നു, മുത്തച്ഛ, നമുക്ക് ഇന്നലെ കളിച്ച കളി ഇന്നും വീണ്ടും കളിക്കാം. ആ കളി ഇതാണ്. ഒരു നിശ്ചിത സമയത്തിനകത്ത്, ഒരു പർട്ടിക്കുലർ ടൈം ഫ്രെയിമിനകത്ത് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ എണ്ണിയെടുക്കണം. ഇതാണ് ആ കളി. മുത്തച്ഛൻ എണ്ണി തുടങ്ങി. 1, 2, 3, 4. കൊച്ചുമകളും എണ്ണി 1, 2, 3, 4. മുത്തച്ഛൻ എണ്ണി എത്ര നക്ഷത്രങ്ങളാണെന്നറിയോ? 700 നക്ഷത്രങ്ങൾ. 700 നക്ഷത്രങ്ങളെ മുത്തച്ഛൻ എണ്ണി. കൊച്ചുമകൾ, പേരമകൾ 300 നക്ഷത്രങ്ങളെ എണ്ണി. ചുവന്ന നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള, വെള്ളി നിറത്തിലുള്ള, പച്ച നിറത്തിലുള്ള നക്ഷത്രം. ചില നക്ഷത്രങ്ങൾക്ക് പ്രകാശം കൂടുതലാണ്, ചില നക്ഷത്രങ്ങൾ ഇപ്പോൾ കെട്ടുപോകും എന്ന പോലെ കാണുന്നു. പക്ഷെ ഇവർ രണ്ടുപേരും മത്സരത്തിൽ എണ്ണി. അപ്പോ 92 വയസ്സുള്ള ഒരു മുത്തച്ഛൻ, 35 വയസ്സുള്ള ഒരു പേരമകളും. 92 വയസ്സുള്ള മുത്തച്ഛൻ 700 നക്ഷത്രങ്ങളെ എണ്ണി. 35 വയസ്സുള്ള പേരമകൾ 300 നക്ഷത്രങ്ങളെ എണ്ണി. ഓക്കെ, കഥ ഇവിടെ കഴിഞ്ഞു. ഓക്കെ, എന്റെ ചോദ്യം ഇതാണ്. ഞാൻ ഈ കഥയിൽ പറഞ്ഞ നമ്പറുകൾ, ഞാൻ കുറെ നമ്പറുകൾ പറഞ്ഞത്, അക്കങ്ങൾ, ആ അക്കങ്ങളെ ഞാൻ പറഞ്ഞ അതേ ഓർഡറിൽ ആരെങ്കിലും ഒരാൾ പറയാമോ? 90, 35, 700, 300. 92. 92, 35, 700, 300. അല്ലേ? 92 വയസ്സുള്ള മുത്തച്ഛൻ, ആരോഗ്യമുള്ള പല കാര്യങ്ങൾ പോലെയിരിക്കുന്ന മുത്തച്ഛൻ, സിൽക്ക് മുടിയുണ്ട്, തിളങ്ങുന്ന കണ്ണുകളുണ്ട്. 35 വയസ്സുള്ള പേരമകള് സുന്ദരിയായ പേരമകള്. 35 വയസ്സ്. മുത്തച്ഛൻ എണ്ണിയത് 700 നക്ഷത്രങ്ങൾ, പേരമകൾ എണ്ണിയത് 300 നക്ഷത്രങ്ങൾ. ക്ലിയർ അല്ലേ? അതെ, യെസ്. ഞാൻ കമന്റ് ബോക്സിൽ ഒരു നമ്പർ എഴുതിയിട്ടുണ്ട്. 92, 35, 700, 300. അതാണ് എന്റെ ഫോൺ നമ്പർ. ഓക്കെ, 92, 35, 700, 300. സ്മാർട്ട് ശ്രീയുടെ യാത്ര ആരംഭിച്ചിട്ട് 14 വർഷക്കാലമായി. 14 വർഷം. 100 ശതമാനം വരുന്ന ജീവനക്കാരും 5 ഓഫീസുകളുമാണ് നമുക്കുള്ളത്. അപ്പോ ഓരോ വിഭാഗവും ഓരോ വിഭാഗമായി സെപ്പറേറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ആധികാരികമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ ആധികാരികമായി ചോദിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്പർ ഇതാണ്. ഏത്? 9235 700 9235700300. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, കോൾ ചെയ്താലും അവൈലബിൾ ആയിരിക്കും. സപ്പോസ് വിളിച്ചിട്ട് ഞാൻ എടുത്തില്ല എന്നെങ്കിൽ നിശ്ചയമായി നിങ്ങളെ അന്നല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം തിരിച്ചു വിളിക്കും. അതർവൈസ് ഞാൻ വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിരിക്കും. അപ്പോ
എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഫീൽ ടു ഫ്രീ, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം, കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. അപ്പോ ഈ നമ്പർ നിങ്ങൾ എല്ലാവരും ഫോണിൽ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കണം. കാരണം ഈ നമ്പറിൽ നിന്നാണ് ബ്രോഡ്ബാൻഡ് മെസ്സേജസ് ഞങ്ങൾ ഇട്ട് തരുന്നത്. അപ്പോ എന്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് ബ്രോഡ്ബാൻഡ് മെസ്സേജുകൾ നിങ്ങൾക്ക് കിട്ടുകയില്ല. അങ്ങനെ കിട്ടാതെ പോകുന്ന ഒരു പ്രശ്നം സംഭവിക്കാം. ഓക്കെ, അപ്പോ നിശ്ചയമായും ഈ നമ്പറിന് നിങ്ങൾ മറക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ പോലും 70-75 വയസ്സൊക്കെ ആയിട്ടേ കൊച്ചുമക്കളൊക്കെ ഇരിക്കുമ്പോഴും 92 വയസ്സുള്ള 35 വയസ്സുള്ള പേരമകള് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരും. നിങ്ങൾ ടീച്ചർമാരായതിന്റെ പിന്നാണ് ഇങ്ങനെ പഠിപ്പിച്ചത്. ഓർമ്മ വർദ്ധിപ്പിക്കാൻ, നിരാശയെ മാറ്റാൻ, ജീവിതം സന്തോഷപ്രദമാക്കാൻ ഒക്കെ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ പഠിച്ചാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് ഇതൊക്കെ നടത്തി പോകാനായിട്ട് പറ്റും. ഓക്കെ, അതൊക്കെ വരുന്ന ക്ലാസ്സുകളിൽ നമ്മുടെ ടീച്ചർമാരെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ ഇനി നിങ്ങൾക്ക് സംശയങ്ങളിലേക്ക് പോകാം. ഓരോരുത്തരായിട്ട് സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കാം. പേരും സ്ഥലവും ഒന്നുകൂടി പറയുക. ഓക്കെ, ചോദിച്ചോളൂ. എന്താ പറഞ്ഞത്? പ്ലേസ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ല. പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. പ്ലേസ്മെന്റിന്റെയും ഇന്റേൺഷിപ്പിന്റെയും കാര്യം പറയാം. പ്ലേസ്മെന്റ് ആൻഡ് ഇന്റേൺഷിപ്പ്. നമ്മൾ നേരെ തിരിച്ചു പോകുന്നത് ആ കലങ്കിലേക്കാണ്. ഏത് കലങ്കിലേക്ക്? കല്യാണാലോചന അന്വേഷിച്ച് വന്ന കലങ്കിലേക്കാണ്. അതുപോലെ നമ്മളെ മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ ഫോൺ ചെയ്യാം. ആ ഫോൺ ചെയ്യുമ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറയും, ഞങ്ങളുടെ കോഴ്സ് ഫീസ് 60,000 രൂപയാണെങ്കിൽ 100% പ്ലേസ്മെന്റ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള PROമാര് നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവുക സുജിയോ മഞ്ജുഷ്ണയോ പിന്നെ ശ്രീലതയോ ബിന്ദു ചേച്ചിയോ ഒക്കെ ആയിരിക്കും, ശാന്തി അവരൊക്കെ ആയിരിക്കാം. അപ്പോ നിങ്ങൾക്ക് ഒരു പക്ഷെ പേരോർമ്മ ഉണ്ടാവില്ല. അവര് പറയും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറയും. എന്താണ് വ്യത്യാസം? ഇതൊക്കെ എന്തെങ്കിലും തോന്നി? എന്തെങ്കിലും തോന്നിയാ? 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ കാര്യം എന്താണ്? ഒന്നും തോന്നിയില്ലേ? ഒന്നും തോന്നിയില്ല? 100% പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. എന്താണ്? എല്ലാവരും പ്ലേസ്ഡ് ആവും. എല്ലാവരും പ്ലേസ്ഡ് ആവും. 100% പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ആര് തരും? ഈ 60,000 രൂപ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചാല് 10,000 രൂപ ആദ്യത്തെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങൾക്ക് ജോലി തരും. അപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താണെന്ന് അറിയോ? അത് കൊള്ളാലോ. 60,000 രൂപക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഉറപ്പാണല്ലോ. അപ്പൊ പിന്നെ എന്തുകൊണ്ട് അവിടെ ചേരാമല്ലോ. ഓക്കെ, അതേസമയം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പറയുന്നു 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. പ്ലേസ്മെന്റിനോടൊപ്പം ഒരു അസിസ്റ്റൻസ് കൂടി ചേർന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കേൾക്കുമ്പോ ആ വാക്ക് കേൾക്കുമ്പോ എന്താണ്? പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള ഹെൽപ്പുകൾ ചെയ്തു തരും. പ്ലേസ്മെന്റിന് വേണ്ടിയുള്ള 100% ഹെൽപ്പ് ചെയ്തു തരും. അനു എന്താ പറഞ്ഞത്? സെയിം തന്നെ പറഞ്ഞത്. സെയിം തന്നെ. ഓക്കെ, ശങ്കരൻ ചേട്ടന്റെ കടയില് ബീറ്റ്റൂട്ട് പിന്നെ 1 കിലോ, ക്യാരറ്റ് 1 കിലോ, വില 100 രൂപ. എത്ര രൂപ? 100 രൂപ. 1 കിലോ ക്യാരറ്റ്, 1 കിലോ ബീറ്റ്റൂട്ട്. തൊട്ടിപ്പത്ത് രമണി ചേച്ചിയുടെ കടയിൽ 1 കിലോ ക്യാരറ്റിന് 100 രൂപ, പക്ഷെ ബീറ്റ്റൂട്ട് ഫ്രീ. രണ്ടും സെയിം അല്ലേ? രണ്ടും സെയിം അല്ലല്ലോ. രമണി ചേച്ചിയുടെ കടയിൽ 1 കിലോ ക്യാരറ്റ് മേടിക്കുമ്പോൾ 1 കിലോ ബീറ്റ്റൂട്ട് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ശങ്കരന്റെ കടയിൽ 100 രൂപക്ക് 1 കിലോ ക്യാരറ്റിന് 1 കിലോ രൂപ. രണ്ടും സെയിം ആണോ? എമൗണ്ട് സെയിം ആണ്. ഞാൻ പറയാം, എമൗണ്ട് സെയിം ആണ്, ക്യാരറ്റ് സെയിം ആണ്, ബീറ്റ്റൂട്ട് സെയിം ആണ്, എഫക്റ്റ് സെയിം ആണ്. പറയുന്ന രീതിക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്.
It's a sales technique. Okay. 100% പ്ലേസ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം, നമുക്ക് തോന്നുന്ന കാര്യമുണ്ടോ, നമ്മുടെ തോന്നലുകളെല്ലാം യാഥാർത്ഥ്യമാകണമെന്നില്ല. നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ 100% പ്ലേസ്മെന്റ്, 100% ജോലി അവര് വാങ്ങിത്തരും. ഓക്കെ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് കഴിഞ്ഞാൽ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 100% സഹായവും ഞങ്ങൾ ചെയ്തു തരും. അവര് ചെയ്യുന്ന കാര്യവും ഞങ്ങൾ ചെയ്യുന്ന കാര്യവും ഒന്നു തന്നെയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. 100% പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറയുന്നത് ഫ്രോഡുലന്റ് ആയ, തെറ്റായ ഒരു ഓഫറാണ്. ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഓഫർ തന്ന് പറ്റിക്കുക. ആര് നടത്തിയാൽ വഞ്ചനാപരമായിട്ടുള്ള ഒരു ഓഫറാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ മോണ്ടിസോറി പാസ്സായി, നിങ്ങൾ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോലി കിട്ടും? എവിടെയെങ്കിലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കാതെ ജോലി കിട്ടും? ഒന്നും കിട്ടൂല. ഇന്റർവ്യൂവില് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണോ, ഇന്റർവ്യൂവില് നിങ്ങൾ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ. കേരളത്തിനകത്ത്, ഇന്ത്യക്കകത്ത് ഒരു സ്ഥാപനവും 100% പ്ലേസ്മെന്റ് കൊടുത്ത് ഒരു കോഴ്സ് ചെയ്യുന്നില്ല. മനസ്സിലാക്കിക്കോ. ഒരുപാട് സ്ഥാപനങ്ങൾ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓഫറാണത്. നിങ്ങൾ ഈ സ്ഥാപനത്തിലോട്ട് വിളിക്കുമ്പോൾ നിങ്ങളെ കുറിച്ച് അവർക്ക് എന്തറിയാം? നിങ്ങളുടെ ഫോൺ നമ്പറും നിങ്ങൾ പറഞ്ഞു കൊടുത്ത പേരും അല്ലാതെ നിങ്ങളുടെ ഐക്യു ലെവൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അറിയാമോ? ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളോട് ബ്ലൈൻഡായി പറയാം. മനസ്സിലായി ഞാൻ പറഞ്ഞു? നിങ്ങളുടെ ഐക്യു ലെവലിനെ കുറിച്ച് അറിയാതെ, നിങ്ങളുടെ എബിലിറ്റിയെ കുറിച്ച് അറിയാതെ, പെർഫോമൻസിനെ കുറിച്ച് അറിയാതെ, അക്കാദമിക് മികവിനെ കുറിച്ച് അറിയാതെ, നിങ്ങൾ ഏത് തരത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നൊന്നും അറിയാതെ, നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസ്അഡ്വാൻറ്റേജും അറിയാതെ കണ്ണടച്ചു പറയാണ്, ബ്ലൈൻഡ് എന്ന് പറയാണ് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് തരാം എന്ന് പറയുകയാണ്. അത് തെറ്റായ കാര്യമാണ്, തെറ്റായ ഓഫറാണ്. വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയാലും ഞങ്ങൾ അങ്ങനെ വഞ്ചിക്കാൻ വേണ്ടി തയ്യാറല്ല. അവര് ചെയ്ത കാര്യവും ഞങ്ങൾ ചെയ്ത കാര്യവും ചെയ്യുക. അവര് ചെയ്തത് എന്താണെന്ന് അറിയോ? അവർക്ക് പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്, നമുക്കും പ്ലേസ്മെന്റ്സ് എല്ലാം ഉണ്ട്. അവരിവിടുത്തെ ഓരോ സ്കൂളുകളെയും കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്ത് നമ്മുടെ വേക്കൻസികൾ ടിക്ക് ചെയ്തെടുക്കും. അത് നിങ്ങൾക്ക് ഇട്ടുതരും. സാങ്കേതിക ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാമെന്ന് അവര് പറയും. ഞങ്ങളും അത് തന്നെ പറയുന്നത്. അത് പ്ലേസ്മെന്റ് അല്ലാന്ന്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അത് പറ്റിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെയിൽസ് ടെക്നിക്കാണ്. ഒരാൾക്കും അങ്ങനെ ജോലി വാങ്ങി കൊടുക്കാനായിട്ട് പറ്റൂല. ഇന്റർവ്യൂവിൽ നിങ്ങൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിനകത്ത് നിങ്ങൾ ഈ കോഴ്സിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്, ഒരുപാട് നാളത്തെ ബ്രേക്ക് എടുത്തിട്ടാണ് നിങ്ങൾ ഒരു പക്ഷെ പഠിക്കാൻ വേണ്ടിട്ട് വരിക. ഇന്റർവ്യൂവിൽ പോകുമ്പോ സാറേ എങ്ങനെയാവും, പറ്റുമോ ഇല്ലയോ ഒരാശങ്കയും വേണ്ട. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് ഈ കോഴ്സ് കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് തരും. ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ് കേട്ടോ. ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട. എങ്ങനെ ഡ്രസ് ധരിക്കണം, ഇന്റർവ്യൂവിന്റെ ഡ്രസ് കോഡ് എന്തായിരിക്കണം, വാതിലിൽ മുട്ടി കടന്നു ചെല്ലേണ്ടത് എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംസാരിച്ചു തുടങ്ങേണ്ടത്, എങ്ങനെയാണ് കസേരയിൽ ഇരിക്കേണ്ട പോസ്ചർ, എങ്ങനെയാണ് ഏത് പൊസിഷനിലാണ് ഇരിക്കേണ്ടത്, ഈ കാര്യങ്ങളെല്ലാം ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ ഭാഗമായി നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരുപാട് സ്കൂളുകാരും അന്വേഷിച്ചിട്ട് വരാറുണ്ട്, എൻക്വയറീസ് വരാറുണ്ട്. ആ വിവരങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഇട്ട് തരും. നിങ്ങൾ അവിടെ ചെന്ന് ഇന്റർവ്യൂവിൽ പാസ്സാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോലി ലഭിക്കും. ഞാൻ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിച്ചു. ക്ലിയർ? ഓക്കെ, അടുത്തെന്താണ് ചോദിച്ചോളൂ. PG-കാർക്കും ഡിപ്ലോമക്കാർക്കും ഒരുമിച്ചാണ് എക്സാം? PG-കാർക്കും ഡിപ്ലോമക്കാർക്കും ആദ്യത്തെ 7 മൊഡ്യൂളിന്റെ എക്സാം ഒരുമിച്ചാണ്.
അവസാനത്തെ 2 മൊഡ്യൂൾ പേജുകാർക്ക് മാത്രം സെപ്പറേറ്റ് ക്ലാസ്സും സെപ്പറേറ്റ് എക്സാമും ആയിരിക്കും. സർ എക്സാം ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ? എക്സാം ഓൺലൈൻ ആണ്, പരിപൂർണമായും ഓൺലൈൻ ആണ്. നിങ്ങൾക്ക് വീട്ടിലിരുന്നോ, തൊഴിലിടത്തിലിരുന്നോ, വിദേശത്തിരുന്നോ, എവിടെ ഇരുന്ന് വേണമെന്നുണ്ടെങ്കിലും എക്സാം അറ്റൻഡ് ചെയ്യാനായി സാധിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 മാർക്ക് വീതമുള്ള 50 ക്വസ്റ്റ്യൻസ് 100 മാർക്കായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കുക. വീട്ടിലിരുന്ന് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം, ബുദ്ധിമുട്ടില്ല. ഓക്കെ സർ. അസൈൻമെന്റ് ഒക്കെ ഓൺലൈൻ വഴിയാണോ? അസൈൻമെന്റുകൾ മുഴുവനും ഓൺലൈൻ വഴിയാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അസൈൻമെന്റുകളുടെ മാർക്കുകളൊന്നും എക്സാമുമായി ബന്ധപ്പെടുന്ന മാർക്കുകളെയല്ല, പ്രത്യേകം ശ്രദ്ധിക്കണോട്ടോ. അസൈൻമെന്റുകളുടെ മാർക്കുകളൊന്നും ഈ അസൈൻമെന്റുകൾ നിങ്ങളെ ഏറ്റവും ആദ്യമായിട്ട് ചിക്കൻ കറി വെച്ച സമയത്ത് ആ ചിക്കൻ കറിക്ക് എരിഞ്ഞിട്ട് കൂടിയിട്ടുണ്ടാവും, ഉപ്പ് കുറഞ്ഞിട്ടുണ്ടാവും, ഇല്ലേ? കൂടിയിട്ടുണ്ടാവൂലേ? രണ്ടാമത് ചിക്കൻ കറി വെച്ചപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, മുളക് കൂടിയിട്ടുണ്ട, മനസ്സിലായി നിങ്ങൾക്ക്, ഇല്ലേ? ചെയ്ത് വരുമ്പോഴുമാണ് നമ്മളതിനകത്ത് പ്രാക്ടീസ്ഡ് ആവുന്നത്. നിത്യാഭ്യാസി ആനയെ ചുമക്കും എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. നിങ്ങളെ കൊണ്ട് അസൈൻമെന്റുകൾ ചെയ്യിക്കുന്നത് നിങ്ങളുടെ അകത്തുള്ള പ്രതിഭയെ പുറത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോ ഒരു കരിങ്കല്ലാണ്, കരിങ്കല്ലിന്റെ ബ്രോക്കർമാര് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയുന്നത്? ഒരു കരിങ്കല്ലിന്റെ കുറ്റിയാണ്, അല്ലെങ്കിൽ ബ്രോക്കർമാർ അതിന് അതിർത്തി കുറ്റിയായിട്ട് കാണും. അതിർത്തി കുറ്റി നിങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ തന്നെയാണോ പറയുന്നത്? അതിന് വേർതിരിക്കാൻ വേണ്ടി ഒരു കുറ്റിയിടൂലേ? ആ കുറ്റിയായിട്ട് ബ്രോക്കർമാര് കരിങ്കല്ലിന്റെ കുറ്റിയെ കാണുന്നത്. പക്ഷെ ഒരു ശില്പി കാണുന്നത് ആ ഒരു കരിങ്കൽ കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ ആ കരിങ്കല്ലിൽ ഒളിച്ചിരിക്കുന്ന ശില്പത്തെയായിരിക്കും ശില്പികൾ. മനസ്സിലായി? മോണ്ടിസോറി കുറിച്ചുള്ള വിദ്യാർത്ഥികളെ നമ്മുടെ ടീച്ചർമാരെ കാണുന്നത് ആ കരിങ്കല്ലിൽ ഒളിച്ചിരിക്കുന്ന ശില്പമായിട്ടാണ്. ആ ശില്പത്തിന് ഭംഗിയും രൂപലാവണ്യവും വരുത്തി മനോഹരമാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അസൈൻമെന്റുകൾ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ക്ലിയർ? റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ ട്രെയിനിങ് ഉണ്ടാവും? ടീച്ച് ചെയ്യാൻ പറ്റുമോ? അയ്യോ, ആരെങ്കിലും ഒരാൾ ചോദിച്ചേ. ട്രെയിനിങ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ചോദ്യം പറയാൻ വിട്ടുപോയി. ഇന്റേൺഷിപ്പ് നിർബന്ധമായും ഉണ്ട്. ശ്രദ്ധിച്ച് കേട്ടോട്ടോ ഞാൻ പറഞ്ഞപ്പോ. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം അത് കോഴ്സിന് നിർബന്ധമാണ് എന്നല്ല. ഈ കോഴ്സിന് നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോയാലും ഇല്ലെങ്കിലും എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ ഇന്റേൺഷിപ്പ് എടുക്കാതെ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആകാനായി ഒരിക്കലും സാധിക്കുകയില്ല. അപ്പോ നിർബന്ധമായും ഒന്നുകിൽ ഒരു 6-7 മാസം കഴിയുമ്പോൾ ഈ കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം പോകണം. കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് ഇന്റേൺഷിപ്പിന് പോകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വ്യക്തിപരമായി നിങ്ങൾക്ക് ഗുണകരമാകുന്നത് നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതുകൊണ്ടാണ്. ഇന്റേൺഷിപ്പ് ഏത് ഹലോ സർ. എന്ത് പറ്റി? സാറിന്റെ ഫോൺ താഴെ വീണെന്ന് തോന്നുന്നു. സർ ഹലോ. ഹലോ, ഈ ക്ലാസ്സിൽ +2 ബേസിന് ഉള്ളവർക്ക് PG ചെയ്യാൻ പറ്റുമെന്ന് അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. 10 മിനിറ്റ് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നേ. അതിനെക്കുറിച്ച് സംസാരിച്ചായിരുന്നോ? ഇല്ല, ഡിഗ്രി കഴിഞ്ഞവർക്കാണ് PG ഉള്ളത്. സാർ പോയോ? സാറിന്റെ ഫോൺ താഴെ വീണെന്ന് തോന്നുന്നു. ഇനിയിപ്പോ മിക്കവാറും വരത്തില്ല എന്നാ തോന്നുന്നു.
അല്ല വെയിറ്റ് പറയുന്നുണ്ട് സാർ. വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് സാറ്. +2 ലെവൽ PG ചെയ്യാൻ പറ്റില്ലെന്ന് തന്നെയല്ലേ പറഞ്ഞല്ലേ? പക്ഷെ ഇവര് കോൺടാക്ട് ചെയ്തപ്പോൾ ഇവരത് ചെയ്യാൻ പറ്റുമെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനോട് ചോദിക്കും, ചിലപ്പോൾ ചെയ്യാൻ പറ്റുമെങ്കിലോ. അതെ അങ്ങനെ അതെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇന്റർവ്യൂവിനൊക്കെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് ഡിഗ്രി ചോദിക്കത്തില്ലേ? അല്ല, ഇപ്പൊ ഡിഗ്രി സാറ് ഇല്ലാതെ. പറഞ്ഞ ഡിഗ്രി കഴിഞ്ഞവർക്ക് മാത്രമേ PG ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞ സാറ്. പക്ഷെ മറ്റേ ഫോൺ വിളിച്ച അവര് പറഞ്ഞ് +2 കഴിഞ്ഞവർക്കും PG എടുക്കാം. അതെ, അവരങ്ങനെ പറഞ്ഞ. പക്ഷെ സാർ ഇപ്പൊ അങ്ങനെയല്ല പറഞ്ഞത്. അതാണ് രണ്ടും എന്നോട് അങ്ങനെ തന്നെ അവർ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ +2 ബേസ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ PG എടുക്കാൻ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ പറഞ്ഞു. ഡിഗ്രി ഇല്ലാതെ നമുക്ക് PG-യിലോട്ട് പോകാൻ പറ്റത്തില്ല. ഡിഗ്രി എവിടെയായാലും ചോദിക്കും. PG എങ്ങനെ എടുത്തെന്ന് നിങ്ങൾ ചോദിക്കത്തില്ല. പിന്നെ എന്തിന്റെ ബേസിലാണ് അവർ ഹലോ അങ്ങനെ പറഞ്ഞത്? സാറ് ഹലോ വന്നു ഹലോ തോന്നുന്നു. ഞാൻ വന്നു ഒരു സെക്കൻഡ്. ഓക്കെ, നമുക്കപ്പോ ഒരു ചെറിയൊരു സാങ്കേതിക തടസ്സം പറ്റി. എന്റെ സിസ്റ്റത്തിന്റെ ഒരു വയത് പെട്ടെന്ന് വിട്ടുപോയി. ഓക്കെ, അപ്പോ സംശയങ്ങൾ, ഞാൻ കുറെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് കേട്ടു. ഡിഗ്രിയെ സംബന്ധിച്ചിട്ടും PG-യെ സംബന്ധിച്ചിട്ടൊക്കെ അത് പറയാം. അതിന് മുമ്പ് നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? DT ചോദിച്ചു. ഞാൻ അപ്പോ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പോകണം എന്നുണ്ടെങ്കിൽ, കോഴ്സിനോടൊപ്പം തന്നെ പോകണം എന്നുണ്ടെങ്കിൽ 6-7 മാസം കഴിയുമ്പോൾ ടീച്ചർമാരെ പറയും. ആ സമയത്ത് നിങ്ങൾ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ഓഫർ ലെറ്റർ വേണം. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഒരു ഓഫർ ലെറ്റർ, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ലെസൺ പ്ലാൻ, ടൈം ടേബിൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നിങ്ങൾ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുക. അപ്പൊ പറഞ്ഞയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഫർ ലെറ്ററിന് വേണ്ടിയിട്ട് നിങ്ങൾ അപേക്ഷ നമ്മുടെ പേയ്മെന്റ് സെക്ഷനിലുള്ള PROമാർക്ക് ആരോടും അയച്ചു കൊടുത്താൽ അവര് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഡിജിറ്റലായിട്ട് അയച്ചു തരുന്നതാണ്, ഓൺലൈനായിട്ട് അയച്ചു തരുന്നതാണ്. ഓക്കെ, നിശ്ചയമായും ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടുള്ള 2-3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ പറയാം. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് ഒന്നാമത്തെ ഗുണം. രണ്ടാമത്തേത്, നിങ്ങളുടെ ഒരു വർക്ക് സ്റ്റൈലും പഞ്ച്വാലിറ്റിയും ഒക്കെ കണ്ട് ആ സ്കൂളിൽ തന്നെ നിങ്ങൾ പ്ലേസ്ഡ് ആവാം. അങ്ങനെ പ്ലേസ്ഡ് ആയിട്ടുള്ള 100 വിദ്യാർത്ഥികളുണ്ട്. ഇന്റേൺഷിപ്പിൽ പോയിട്ട് അവരുടെ മികവ് കണ്ട് അവരെ അവിടെ പ്ലേസ്ഡ് ആക്കിയിട്ടുള്ള 100 അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നിശ്ചയമായും ഇന്റേൺഷിപ്പിൽ പോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത സംശയം. സർ, ഡിഗ്രി കഴിഞ്ഞാൽ മാത്രമാണോ PG എടുക്കാൻ പറ്റുന്നതെന്ന് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, അതോ +2? അത് വലിയ സംശയമാണ്. അതൊരു വലിയ ആശങ്കപ്പെടുത്തുന്ന ഒരു സംശയമാണ്. ഒന്ന് കേൾക്കണം കേട്ടോ. അതിങ്ങനെയാണ്. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ സമയത്ത് 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ചെയ്യാം. ഡിഗ്രി അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ചെയ്യാം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്, അല്ലെ? അതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇപ്രകാരമാണ്. ലാറ്ററൽ എൻട്രി സ്കീം പ്രകാരം +2 അടിസ്ഥാന യോഗ്യതയുള്ള ഒരാൾക്കും നിലവിൽ 2024 നവംബർ മാസം മുതൽ PG ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, ഇല്ലേ? സ്വാഭാവികമായിട്ടും സംശയം തോന്നിയില്ലേ? ഡിഗ്രി ഇല്ലാതെ എങ്ങനെയാണ് PG ചെയ്യാൻ പറ്റുന്നത്? തോന്നിയില്ലേ? തോന്നിയോ? തോന്നിയില്ലേ? തോന്നണം. ഓക്കെ, തോന്നിയില്ലെങ്കിലാണ് കുഴപ്പം. ഞാൻ വിശദീകരിക്കാം. വിദ്യാഭ്യാസ മേഖലയിൽ 2 തരത്തിലുള്ള കോഴ്സുകളാണുള്ളത്. ഒന്നാമത്തേത് അക്കാദമിക് കോഴ്സുകൾ എന്ന് അറിയപ്പെടുന്നു. രണ്ടാമത്തേത് സ്കിൽ കോഴ്സുകൾ എന്ന് അറിയപ്പെടുന്നു. അക്കാദമിക് കോഴ്സുകളാണ് എന്തൊക്കെ? BA, BSc, BCom, BBA, MBA, MA, MSc, MCom. ഇതെല്ലാം അക്കാദമിക് കോഴ്സുകളാണ്. സ്കിൽ കോഴ്സുകൾ എന്ന് പറയുന്നത് മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, HR മാനേജ്മെന്റ്,
DCA, PGDCA, DTP, ഹോട്ടൽ മാനേജ്മെന്റ്, ഒപ്റ്റാൽമോളജി, ഇതെല്ലാം സ്കിൽ കോഴ്സുകളാണ്. ഇത്രയും ഭാഗം മനസ്സിലായല്ലോ. അക്കാദമിക് കോഴ്സുകൾക്ക് നിർബന്ധമായും ഡിഗ്രി ചെയ്യണമെങ്കിൽ +2 തത്തുല്യ യോഗ്യതയോ വേണം. PG ചെയ്യണമെങ്കിൽ ഡിഗ്രിയോ തത്തുല്യ യോഗ്യതയോ ഉണ്ടെങ്കിൽ മാത്രമേ PG ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അക്കാദമിക് മേഖലയിൽ M.Com ചെയ്യണോ B.Com വേണം, MA ചെയ്യണോ BA വേണം, അല്ലെങ്കിൽ BSc വേണം, അല്ലെങ്കിൽ B.Com വേണം, MSc ചെയ്യണോ BSc വേണം, MBA ചെയ്യണോ ഏതെങ്കിലും ഒരു ഡിഗ്രി വേണം. ഇതല്ലാതെ PG ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സ്കിൽ കോഴ്സുകൾക്ക് അത്തരത്തിലുള്ള നിർബന്ധമില്ല. സ്കിൽ കോഴ്സുകൾക്കകത്ത് ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട്. അത് പ്രകാരം നിലവിൽ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ നിർദ്ദേശപ്രകാരം 2 മാറ്റങ്ങളാണ് ഉണ്ടായത്. അതിലൊന്നാമത്തേത് സ്റ്റഡി മെറ്റീരിയൽ കമ്പൽസറി ആക്കി. ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ആളുകളും വാങ്ങണം. നിർബന്ധമായും വാങ്ങിയപ്പെട്ടു. സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാതെ സ്കിൽ കോഴ്സുകളെ അംഗീകരിക്കുകയില്ല. നിങ്ങളുടെ പേയ്മെന്റും അതിന്റെ ഡിസ്ബേഴ്സ്മെന്റും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കാണണം. അതിന്റെ ഇൻസ്പെക്ഷന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നത്. രണ്ടാമത്തേത് ഈ ഭാഗമാണ്. നിങ്ങൾക്ക് ഡിഗ്രി ഇല്ലാതെ +2 മാത്രമേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്ക് PGയിലേക്ക് പോകാനായി സാധിക്കും. അതിന് 2000 രൂപ ലാറ്ററൽ എൻട്രി ഫീ അടക്കണം. നിങ്ങൾ DCA എന്ന് പറയുന്ന ഒരു കോഴ്സ് കേട്ടിട്ടുണ്ടോ? DCA ആരെങ്കിലും ഒരാൾ പറയാം? ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? +2. PGDCA ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? DCA. അല്ല, DCA ചെയ്യാനായിട്ടുള്ള അടിസ്ഥാന യോഗ്യത +2 ആണ്. PGDCA ചെയ്യാനുള്ള അടിസ്ഥാന യോഗ്യത +2 തന്നെയാണ്. ഈ PGDCA എന്ന് പറയുന്നത് DCAയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഓക്കെ, പക്ഷെ നമ്മൾ ചിന്തിച്ച യുക്തിപ്രകാരമെങ്കിൽ ഡിഗ്രി ഇല്ലാതെ PGDCA ചെയ്യാൻ പറ്റില്ല. പക്ഷെ +2 മതി. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് എ സ്കിൽ കോഴ്സ്. അതൊരു സ്കിൽ കോഴ്സ് ആണ്. അതുകൊണ്ടാണ് മോണ്ടിസോറിയും അതുപോലെ തന്നെ ഒരു സ്കിൽ കോഴ്സ് ആണ്. അതുകൊണ്ടാണ് +2 ഉള്ളവർക്കും മോണ്ടിസോറിയുടെ PG കോഴ്സ് ചെയ്യാനായി സാധിക്കും എന്നുള്ള കാര്യം നിങ്ങളെ അറിയിച്ചത്. നമ്മുടെ PROമാർ, മാർക്കറ്റിംഗിലുള്ള PROമാർ, സ്റ്റുഡൻസ് ടീം നിങ്ങളോട് വിളിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും ഈ കാര്യത്തെ സംബന്ധിച്ചിട്ട്. ഓക്കെ, അപ്പോ ഡിഗ്രി വേണമെന്നില്ല മോണ്ടിസോറിയുടെ PG ചെയ്യാനായിട്ട്. അക്കാദമിക് കോഴ്സിന് PG ചെയ്യാനാണെങ്കിൽ ഡിഗ്രി നിശ്ചയമായും വേണം. കേട്ടോ? ക്ലിയർ ആയല്ലോ ആ ഭാഗം? അടുത്ത ചോദ്യം. കമോൺ. സാറ് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. അത് ബേസ് ചെയ്യാതെ ഏത് സ്കൂളുകളിലോട്ടൊക്കെ ആയിരിക്കും അലോട്ട്മെന്റ്? നല്ല ചോദ്യം. ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു സംശയം കൂടി പറയാം. ഞാൻ പറയാതെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞല്ലോ മോണ്ടിസോറി സ്റ്റുഡൻസിനുള്ള സാധ്യതകൾ പ്രൈവറ്റ് മേഖലയിലെ 4 വിഭാഗം സ്കൂളുകളിലേക്കാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഗവൺമെന്റ് സ്കൂളുകളിൽ മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ആളുകൾ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങളുടെ അറിവിലുണ്ടോ? അപ്പൊ ഇതെന്ന് പറയുമ്പോ സാറ് പറഞ്ഞ കാര്യം തെറ്റല്ലേ? അങ്ങനല്ല, അവർക്ക് കിട്ടി ഗവൺമെന്റ് സ്കൂളില്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം തെറ്റല്ലേ? ഞാൻ പറയാം എന്താണെന്നറിയോ? ഗവൺമെന്റ് സ്കൂളുകളിൽ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടല്ലോ. അതായത് അവിടുത്തെ പ്യൂൺ തുടങ്ങിയിട്ട് ഹെഡ് മാസ്റ്റർ വരെയുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നത് ആരായിരിക്കും? ഗവൺമെന്റ് സ്കൂളിൽ ഗവൺമെന്റിന് ശമ്പളം കൊടുക്കുന്നത്. അതുകൂടാതെ എയ്ഡഡ് സ്കൂളുകളുണ്ട്. ഇപ്പോ SNDPക്ക് ഉണ്ടാവും, NSSന് ഉണ്ടാവും,
ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് ഉണ്ടാവും, ഇസ്ലാമിക് ഓർഗനൈസേഷൻസിന് ഉണ്ടാവും. അങ്ങനെ പല പല മതസംഘടനകൾക്ക്, സാമുദായിക സംഘടനകൾക്ക്, KPMS ഒക്കെ ഉണ്ട്. അങ്ങനെ വിവിധ തരത്തിലുള്ള സ്കൂളുകളുണ്ട്. ഓക്കെ, ആ സ്കൂളുകളിലെ കെട്ടിടവും പറമ്പുമൊക്കെ ഈ സഭകളുടെ അല്ലെങ്കിൽ ഈ മാനേജ്മെന്റുകളുടെ ആയിരിക്കും. പക്ഷെ അവിടുത്തെ പ്യൂൺ മുതല്, സ്വീപ്പർ മുതല്, പാർട്ട് ടൈം സ്വീപ്പർ മുതല്, കഞ്ഞി വെക്കണ ചേച്ചി മുതല് മേളിലേക്ക് ഉള്ള മുഴുവൻ ആൾക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ഒരു കാരണവശാലും ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായി ജോലി ലഭിക്കുകയില്ല. ആ വാർത്ത ശ്രദ്ധിച്ചേക്കണം. ഇപ്പോ ഒരു ഗവൺമെന്റ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അല്ലെങ്കിൽ ഒരു എയ്ഡഡ് സ്കൂൾ കോമ്പൗണ്ടിനകത്ത് ഒരു സ്കൂളുണ്ട്, ഒരു pre-KG ഉണ്ട്, ഒരു UKG ഉണ്ട്, LKG ഉണ്ട്. പക്ഷെ അത് അവിടുത്തെ ടീച്ചർമാർക്കോ അവിടുത്തെ വേറെ ഏതെങ്കിലും സ്റ്റാഫിനോ ഗവൺമെന്റ് ആയിരിക്കുകയില്ല പൈസ കൊടുക്കുന്നത്. അത് കൊടുക്കുന്നത് PTA ആയിരിക്കും, അതല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ നിന്നായിരിക്കും. നിയമപരമായി അവർ ഒരിക്കലും ഗവൺമെന്റിന്റെ സ്റ്റാഫേ അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് സ്കൂളുകാരും ഈ എയ്ഡഡ് സ്കൂളുകാരും ഈ കിൻഡർഗാർട്ടൻ തുടങ്ങുന്നത്? അതിന് അവർക്കൊരു ലക്ഷ്യമുണ്ട്. അവരുടെ ലക്ഷ്യം 1ാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള അവരുടെ ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ വരണം. ഒരുപാട് സ്കൂളുകളിൽ അഡ്മിഷൻ കുറയുന്നത് കൊണ്ട്, സ്റ്റുഡന്റ് സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് അധ്യാപകരുടെ വേക്കൻസികൾ വെട്ടിച്ചുരുക്കുന്നു. സ്കൂളുകൾ നിർത്തലാക്കേണ്ടി വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല്, ഒരു പ്രദേശത്ത് ഒരു സ്കൂളുണ്ട്, ഒരു ഗവൺമെന്റ് സ്കൂളുണ്ട്, അവിടെ വിദ്യാർത്ഥികൾ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയോ? അവരൊരു കിൻഡർഗാർട്ടൻ തുടങ്ങും. ആ കിൻഡർഗാർട്ടൻ തുടങ്ങാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ മുഴുവനും 1ാം ക്ലാസ്സിൽ അവിടെ തന്നെ അഡ്മിഷൻ എടുക്കും. അപ്പോ മാനേജ്മെന്റ് സ്കൂളിലാണെങ്കിൽ ഒരു അധ്യാപകനെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സാധ്യതകൾ വരും. അതുവഴി അവർക്ക് പൈസ കിട്ടും. ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ആ സ്കൂളിനോട് വൈകാരികമായി ബന്ധമുള്ള ഒരുപാട് പൂർവ്വ വിദ്യാർത്ഥികളും പൊതുപ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടാകും. അവർക്ക് ആ സ്കൂൾ അവിടെ നിലനിൽക്കണം. അതിനു വേണ്ടിയിട്ട് PTA അങ്ങനെ ഒരു സംവിധാനം കൊടുക്കും. ആ സ്കൂൾ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് 1ാം ക്ലാസ്സിൽ ഒരു നിശ്ചിത വിദ്യാർത്ഥികൾ വരണം. അതിനു വേണ്ടിയിട്ടാണ് കൊട കൊടുക്കും, യൂണിഫോം കൊടുക്കും, സൗജന്യമായിട്ട് വണ്ടി കൊടുക്കും. ഇതൊക്കെ കൊടുക്കുന്നില്ലേ? അത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ അത്തരം സ്ഥാപനങ്ങളിലും നമുക്ക് ജോലി കിട്ടും. പക്ഷെ ഗവൺമെന്റ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടേ അല്ല. അതങ്ങനെ ധരിക്കരുത്. അത് PTA ആണ് കൊടുക്കുന്നത്. താരതമ്യേന അത്തരം സ്കൂളുകളിൽ കൊടുക്കുന്ന ശമ്പളത്തിൽ വളരെ കുറവുണ്ടാവും. അത് ഞാൻ പറയാം. ഗവൺമെന്റ് സ്കൂളിലൊക്കെ PTA-ക്കാരും കഷ്ടപ്പെട്ട് പിരിവെടുത്തിട്ട് കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ചെറിയ പൈസയാണ് കുഴപ്പമുള്ളൂ. ഓക്കെ, ഈ അടുത്ത് ഒരു 3 ഗവൺമെന്റ് സ്കൂളുകാരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നിരുന്നു. അവർക്ക് വേണമെന്നുകൊണ്ട് നമ്മൾ കുറെ സ്റ്റുഡൻസിന് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യം. അടുത്ത ഭാഗം, ഈ ഗവൺമെന്റ് മേഖലയിൽ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേ രജിസ്റ്റർ ചെയ്യുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ആരൊരാളും ചോദിച്ചു. ഒരു ചോദ്യം കൂടി ഉണ്ട് അതിനോടൊപ്പം. ഈ സർട്ടിഫിക്കറ്റ് PSC അപ്രൂവ്ഡ് ആണോ? Come on, PSC അപ്രൂവ്ഡ് ആണോ? അല്ല. എന്തുകൊണ്ടാണ് PSC അപ്രൂവ്ഡ് അല്ലാത്തത്? PSC ഗവൺമെന്റ് സർവീസിലോട്ടല്ലേ പോകുന്നത്? അപ്പം PTC ഉള്ളവരെ അവരെ PSC പ്രിഫർ ചെയ്യുന്നത്. TTC ആണ്. ഞാൻ പറയാം. മോണ്ടിസോറി അടിസ്ഥാന യോഗ്യതയായി ഒരു ഗവൺമെന്റ് തസ്തികകളിലേക്കും ഒരു വേക്കൻസികളിലേക്കും PSC കോൾ ഫോർ ചെയ്യുന്നില്ല. അപേക്ഷകരെ കോൾ ഫോർ ചെയ്യുന്നില്ല. മോണ്ടിസോറി എന്ന് പറയുന്ന അടിസ്ഥാന യോഗ്യത വെച്ചിട്ട് ഗവൺമെന്റിന്റെ ഏതൊരു സ്ഥാപനത്തിലോട്ടും കോൾ ഫോർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് PSC അപ്രൂവ്ഡ് അല്ലാത്തത് കോഴ്സ്. അത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല, ഇന്ത്യക്കകത്ത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഏത് സർട്ടിഫിക്കേഷൻ നടത്തുന്ന സർട്ടിഫിക്കറ്റും ഇത്തരത്തിലുള്ള PSC UPSC അപ്രൂവ്ഡ് അല്ല. ഗവൺമെന്റ് മേഖലയിൽ 2 സാധ്യതകളാണുള്ളത്. ഒന്ന് അംഗനവാടി വർക്കർമാർ, രണ്ടാമത്തേത്
പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ അംഗനവാടി വർക്കർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൽ നേരത്തെ PSC വഴി ചോദിച്ചിരുന്നു. PSC വഴി അധ്യാപകരെ നിയമിക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എങ്ങനെയാ ചെയ്തതെന്ന് അറിയോ? ഇപ്പോ അതാത് പഞ്ചായത്തുകൾ ഇന്റർവ്യൂ നടത്തിയാണ് അവിടെ നിയമനങ്ങൾ നടത്തുന്നത്. ആ നിയമനങ്ങൾ മുഴുവനും എങ്ങനെയുള്ള നിയമനങ്ങളായിരിക്കും പറയാമോ? പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും. CPM ഭരിക്കുന്ന പഞ്ചായത്താണെങ്കിൽ CPM-ന്റെ ആളുകളായിരിക്കും 90% കയറുക. UDF ഭരിക്കുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ കോൺഗ്രസിന്റെ ആളുകളായിരിക്കും 90% കയറുക. ഇനി മുസ്ലിം ലീഗ് ഭരിക്കുന്നിടത്ത് അങ്ങനെയും BJP ഭരിക്കുന്നിടത്ത് അങ്ങനെയും ആയിരിക്കും കയറുക. ഒരു തർക്കവുമില്ല. അതെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളായിരിക്കും. അംഗനവാടി വർക്കർമാരെയും ഹെൽപ്പർമാരെയും വെക്കുന്നത്. അവിടെയും അടിസ്ഥാന യോഗ്യത മോണ്ടിസോറി ചോദിക്കുന്നില്ല. എന്നാൽ മോണ്ടിസോറി അടിസ്ഥാന യോഗ്യത ഉള്ളവർക്ക് അവിടെ ഒരു പ്രയോറിറ്റി കിട്ടും. എന്താന്ന് വെച്ചാൽ ആ ഇന്റർവ്യൂ ബോർഡിൽ രാഷ്ട്രീയക്കാരെ കൂടാതെ ഒരു ICDS സൂപ്പർവൈസർ ഉണ്ടാകും. സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നുള്ള പഞ്ചായത്തിലെ അംഗനവാടികളുടെ ചുമതലയുള്ള ഒരു ജീവനക്കാരി ഉണ്ടാകും. അവരെ മോണ്ടിസോറി പഠിച്ചിട്ടുള്ള ഒരാളെ കണ്ടാൽ അവർക്ക് ഒരു പ്രയോറിറ്റി നൽകും, അവർക്ക് ഒരു പ്രിഫറൻസ് നൽകും. അതുകൊണ്ട് ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഘട്ടമൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങളെ പല തസ്തികകളിലേക്ക് വിളിക്കും. നിലവിൽ മോണ്ടിസോറി അടിസ്ഥാന യോഗ്യതയായിട്ടെങ്കിലും വിളിക്കുന്നില്ല എങ്കിലും ഭാവിയിലെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റൂല. കഴിഞ്ഞ 10 വർഷങ്ങൾക്കപ്പുറം മോണ്ടിസോറി എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിനകത്ത് പ്രചാരം നേടിയിട്ടില്ല. ഇതൊരു ഇന്റർനാഷണൽ കോഴ്സാണ്. പ്രചാരം നേടിയതേ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഉണ്ടായിരുന്നത് PPTTC ആണ്, പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സാണ് ഉണ്ടായിരുന്നത്. അത് ഇന്റർനാഷണൽ തലത്തിലുള്ള ഒരു സിലബസോടെ യൂണിക് ആയിട്ടുള്ള ഒരു കോഴ്സായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അത് വിദ്യാഭ്യാസ രംഗത്ത് ആകമാനം വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ്. അപ്പോ അതുകൊണ്ട് നിശ്ചയമായിട്ടും നിങ്ങൾ ആ തരത്തിൽ ഈ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കൂടി പേരുകൾ രജിസ്റ്റർ ചെയ്ത് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. Come on. സാലറി ബേസ് ഒക്കെ എങ്ങനെയായിരിക്കും? സാലറി ബേസ് നമുക്ക് ഫസ്റ്റ് കേറുമ്പോൾ നമുക്ക് ഓരോ സ്കൂളുകളിലും ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്കൂളുകളിലും ഓരോ തരത്തിലുള്ള ശമ്പളം. ഇപ്പോ ഈ കഴിഞ്ഞ മാസം നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബേസ്ഡ് ആയിട്ടുള്ള കുട്ടിയാണ് സുജാത. ആ കുട്ടി ബേസ്ഡ് ആയിട്ടുള്ളത് ഈ നമ്മുടെ തൃശ്ശൂർ വാടാനപ്പള്ളിയോ ആ ഭാഗത്ത് എവിടെയോ. അവര് ലുലു ഗ്രൂപ്പിന്റെ ലെമൺ എന്ന് പറയുന്ന സ്കൂളിലേക്കാണ് ബേസ്ഡ് ആയിട്ടുള്ളത്. അവർക്ക് കിട്ടുന്ന സാലറി 15,000 rupees ആണ്, 15,000 രൂപയാണ്. ഓക്കെ, അത് ഓരോ സ്കൂൾ മാനേജ്മെന്റ് സാധാരണഗതിയിൽ ഒരു 9,000 രൂപ മുതൽ 12,000 13,000 രൂപ വരെയാണ് സാധാരണഗതിയിലുള്ള സാലറി സ്കെയിൽ. അത് ഓരോ സ്കൂൾ മാനേജ്മെന്റിന്റെയും പിന്നെ ഭരണപരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ്. അവരുടെ നയപരമായ തീരുമാനങ്ങൾ അവരുടെ വിവേചനാധികാരമാണ്. ഓക്കെ, അത് ഓരോ സ്ഥലത്തും വിഭിന്നമായിരിക്കും. അത് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ, അവരുടെ മാനുഷികമായിട്ടുള്ള ഹ്യൂമൻ പോളിസീസ്, അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഓരോ സ്ഥലത്തെയും ശമ്പളം നിശ്ചയിക്കുക. എങ്കിലും സാധാരണഗതിയിൽ 9,000 രൂപ തുടങ്ങിയിട്ട് 12,000 13,000 രൂപ വരെയുള്ള സാലറി സ്കെയിലാണ് പൊതുവിൽ കണ്ടുവരുന്നത്. ഓക്കെ, പക്ഷെ PTA നടത്തുന്ന സ്ഥലത്തൊക്കെ 6,000 7,000 പഠിപ്പിക്കുന്ന രീതിയാണ് കാണാറുള്ളത് PTA-കാരൊക്കെ കൊടുക്കുന്ന സ്ഥലത്ത്. ഓക്കെ, നെക്സ്റ്റ് പറയൂ. അടുത്ത ചോദ്യം. ഇന്റർനാഷണലി നമുക്ക് ജോബ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് എക്സാം എഴുതണോ അതോ ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് കയറാമോ? ഈ സർട്ടിഫിക്കറ്റ് മാത്രം മതി. അതിനാണ് നമ്മൾ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് തരുന്നത്. പ്രത്യേകം എക്സാം ഇല്ല. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് തന്നെ ഈ ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റിന്റെ പ്രതിനിധികളും വിജിലേറ്റർമാരായിട്ടുണ്ട്. പ്രത്യേകം എക്സാം എഴുതണ്ട കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. Next question. സർ, നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ കിൻഡർ ഗാർഡൻ എന്നുള്ളൊരു
ഇതുണ്ടല്ലോ, സ്കൂളുകൾ, പ്രീ സ്കൂൾ, ആ അതില് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ? അത് ആ ഒരു രീതിയിൽ തുടങ്ങുന്ന രീതിയിൽ LKG UK അത് പറ്റില്ലായിരിക്കും അല്ലേ? ഞാൻ പറയാൻ വിട്ടുപോയ മറ്റൊരു പോയിന്റാണ്. അതായത് ക്ലാസ് തുടങ്ങാൻ വൈകിയതുകൊണ്ട് മറ്റൊരു പ്രശ്നമാണ് ഞാൻ പറയാം. ഇതില് നിങ്ങളിൽ ഭൂരിഭാഗം പേരും ഒരു ജോലിക്ക് വേണ്ടിയിട്ടല്ലേ, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ടീച്ചർമാരാകാൻ വേണ്ടി ആഗ്രഹിച്ചത്. ഇപ്പൊ എന്നോട് ചോദ്യം ചോദിച്ച ആളെ ഞാൻ ശ്രദ്ധിച്ചില്ല. സബിതയായിരുന്നു ചോദ്യം ചോദിച്ചത്. അതെ അതെ. സബിത പറഞ്ഞത് അനന്തമായ ഒരു സാധ്യതയാണ്. ഒരേ സമയം നിങ്ങൾക്ക് ടീച്ചർമാരായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യാം, അതേസമയം തന്നെ നിങ്ങൾക്ക് ഒരു എന്റർപ്രണറായി മാറുകയും ചെയ്യാം, ഒരു എഡ്യൂപ്രണറായി മാറുകയും ചെയ്യും, വിദ്യാഭ്യാസ സംരംഭകരായി മാറാം. നിങ്ങൾക്ക് ഒരു പ്ലേ ക്ലാസ് തുടങ്ങാം, ഒരു കിൻഡർഗാർട്ടൻ സ്കൂൾ തുടങ്ങാം. അതിൽ വേറെ ബുദ്ധിമുട്ടുകളില്ല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായി. അതിൽ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ലൈസൻസ് എടുക്കാം. പഞ്ചായത്തിൽ നിന്ന് ഞാൻ പറഞ്ഞോട്ടെ, പഞ്ചായത്തിൽ നിന്നുള്ള ട്യൂട്ടോറിയൽ ലൈസൻസ് എടുത്തിട്ട് പ്ലേ ക്ലാസ് തുടങ്ങാനായിട്ട് സാധിക്കും. നമ്മുടെ കുറച്ച് വിദ്യാർത്ഥികൾ ഒരു 3-4 പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നാണ് എന്റെ അറിയുന്നത്. പ്ലേ ക്ലാസ് ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് മാത്രമുള്ള ഒരു അപ്രൂവൽ മാത്രം മതിയായിരിക്കോ? മതി. ഈ പറഞ്ഞ പ്ലേ ക്ലാസ് കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അത് മതി. 1ാം ക്ലാസ് മുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും CBSE ബോർഡിലോ ICC ബോർഡിലോ അവർ പറയുന്ന നിർദ്ദിഷ്ട മാനദണ്ഡ പ്രകാരമുള്ള LKG UKG മാത്രമാണ് ഞാൻ ചോദിച്ചത്. ചെയ്യാം, പഞ്ചായത്തിന് മതി. ട്യൂട്ടോറിയൽ ലൈസൻസ് കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. സർ സർ ഞാനിപ്പോ ഓൾറെഡി പിള്ളേരെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂട്ടറാണ്. 3 years ആയിട്ട് ട്യൂഷൻ എടുക്കുന്നുണ്ട്. 1st സ്റ്റാൻഡേർഡ് to 5th വരെ എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ട്യൂഷൻ സെന്ററിൽ മുന്നോട്ട് ഇപ്പോ പറഞ്ഞ പോലെ LKG UKG അങ്ങനെ തുടങ്ങാൻ പറ്റുമോ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ? LKG UKG ചെയ്യാനായിട്ട് പറ്റും. LKG UKG ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. വേറെ കാര്യം പറയാട്ടോ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തില് പ്ലേ ക്ലാസിന്റെ സാധ്യത അനന്തമായിക്കൊണ്ടിരിക്കുക. ഞാൻ ഞങ്ങൾക്ക് ആ ബിസിനസ് തുടങ്ങാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടാണ് തൊടാതിരിക്കുന്നത്. കാരണം ഒരുപാട് കുടുംബങ്ങളില് കുഞ്ഞുങ്ങളെ പകല് നോക്കാനായിട്ട് ആളില്ലാത്ത വലിയ സ്ഥിതിയുണ്ട്. ഒരുപാട് സമയത്ത് കുട്ടികൾ അച്ഛനും അമ്മയും ജോലിക്ക് പോവാണ്, നോക്കാനായിട്ട് ആളുകളില്ല, വലിയ അവസ്ഥയുണ്ട്. അപ്പൊ പ്ലേ ക്ലാസ് തുടങ്ങിയാൽ വലിയ ഫീസാണ് മേടിക്കുന്നത്. 6000 ഏതെങ്കിലും എനിക്കിപ്പോ ഓൾമോസ്റ്റ് ഒരു 35 സ്റ്റുഡൻസ് ഞാൻ ടീച്ചിങ് ആക്കുന്നുണ്ട്. 3 years ആയി ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോ മുന്നോട്ട് ഇപ്പൊ ടീച്ചിങ്ങിന് എന്നെ വിളിച്ചായിരുന്നു. പക്ഷെ എനിക്ക് ടീച്ചിങ് TTC സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ജോയിൻ ആയി. യെസ്, എന്റെ ക്വാളിഫിക്കേഷൻ +2, പിന്നെ ഡിഗ്രി കംപ്ലീറ്റഡ് അല്ല ഞാൻ. ഓക്കെ സർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദീപ്തിക്ക് എന്തോ സംശയമുണ്ടോ? ഇല്ല. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടോ? സംശയങ്ങളില്ല. ഹലോ പറയൂ സാർ. നമ്മൾ ഓൾറെഡി ടീച്ചിങ് ചെയ്തിട്ടുള്ളവര് ട്രെയിനിങ്ങിന് പ്രത്യേകിച്ച് പോകേണ്ട കാര്യമുണ്ടോ? അതായത് ഓൾറെഡി വേണമെന്നില്ല. നിലവില് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പോകണ്ട. നമ്മളിത് പോകണമെന്ന് പറഞ്ഞത് എന്തിനാണെന്നറിയോ പോകണമെന്ന് പറയുന്നത് നിങ്ങളിൽ ഉള്ളിലുള്ള ക്രാഫ്റ്റ് പറയാൻ വേണ്ടിയില്ല. ആ അനുഭവത്തിൽ കൂടി കടന്നു പോകണമെന്നുള്ളത്. നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും വേറെ അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നത്. ആ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോഴാണ് നിങ്ങൾ നല്ല ടീച്ചർമാരായി മാറുന്നത്. അതിനു വേണ്ടിയിട്ടാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സർ, നമ്മളിപ്പോ സ്വന്തമായിട്ട് നമുക്ക് തുടങ്ങാമെന്ന് സാർ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഒരു താല്പര്യം എനിക്കും ഉണ്ട്. പക്ഷേ അതിനുവേണ്ടി നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് അല്ലാതെ മറ്റെന്തൊക്കെയാണ് വേണ്ടത്? വേറൊന്നും വേണ്ട. ഈ സർട്ടിഫിക്കറ്റും ഇത് മാത്രം മതി. ഞാനേ നിങ്ങളോട് രസകരമായിട്ടുള്ള കാര്യം പറയാം. നിങ്ങൾ അത് കേൾക്കുമ്പോൾ ഒരു വർഷം ഇങ്ങനെ ഞെട്ടുവരുന്നു. കേരളത്തിലെ CBSE സ്കൂളുകളിൽ ഒരു 40% സ്കൂളുകൾ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നതാണ് എന്ന് നിങ്ങൾക്കറിയാം.
40%. അറിയോ? കേട്ടിട്ടുണ്ടോ അങ്ങനെ? കേട്ടിട്ടുണ്ട്. ഗവൺമെന്റിന് അതിലൊന്നും ചെയ്യാൻ പറ്റൂല. കേരള ഗവൺമെന്റിനോ സ്റ്റേറ്റ് ഗവൺമെന്റിനോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഞാനത് നിങ്ങളെ അംഗീകാരമില്ലാതെ തോന്നുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നിലവിലുള്ള സ്ഥിതിയെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അവരെല്ലാവരും ഇപ്പൊ നിലവിൽ കോടതിയിൽ കേസ് കൊടുത്തിട്ടേ ആ കേസിന്റെ പുറത്താണ് ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകുന്നത്. 19 കൊല്ലമായിട്ട് കേസ് നടത്തിക്കൊണ്ട് സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്ന ആളുകളെ എനിക്കറിയാം. അവരിനി പോകും. ഇവിടെ ഒരു അപ്പീല് വന്നാല് അതിന്റെ മുകളിൽ അപ്പീല് കൊടുത്ത് സുപ്രീം കോടതി വരെ പോകും. ആ കേസ് പരമാവധി ലാഗ് നീട്ടിക്കൊണ്ട് പോകും. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഉള്ള രീതികളൊക്കെ ഈ മേഖലയിലുണ്ട്. ചില കാര്യങ്ങളിൽ നിയമങ്ങൾ കർക്കശമാണെങ്കിലും ചില സാമൂഹിക സാഹചര്യങ്ങളിൽ നടപ്പാക്കാൻ വേണ്ടി പറ്റില്ല. ഞാനും നിങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റം പറയട്ടെ, ഒരു തെറ്റ് പറയട്ടെ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊരു ചേരപ്പാമ്പ് വന്നു, ചേര. ഓക്കെ, അടുക്കളയിലാണ് കണ്ടത്. സാധാരണ എന്ത് ചെയ്യും എന്ന് പറയണേ? എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ അതിന്റെ ശ്രദ്ധ മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ മിണ്ടാതെ അനങ്ങാതെ നിൽക്കും. അതല്ല, അതൊക്കെ രണ്ടും ചോദിച്ചിട്ടുണ്ടാകണമെങ്കിലാ. ഇതൊന്നും അയ്യോ ചേട്ടാ ഓടി വന്നിട്ടുണ്ടാവുന്നത് ഒരു തർക്കവുമില്ല. നമ്മൾ വളരെ പെച്ചിട്ടായിട്ട് താന്തേ നീ അവിടെ ഇരുന്നോളൂ, ഞാൻ ഇപ്പുറത്തെ വഴി കൂടി വാരിപ്പോക്കോളാം എന്ന് പറയുകയൊക്കെ ചെയ്യാം. അയ്യോ ചേട്ടാ പറഞ്ഞ പഠിച്ചോറിയെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എടുത്ത് ഒരു കൂട്ടകർഷകർ നടത്തും. നാട്ടുകാര് വരവകാരൻ കൂടി ഓടി വരും, പാമ്പനെ തല്ലി കൊല്ലും. മനസ്സിലായി? പാമ്പനെ തല്ലി കൊല്ലും. ഏതാ സാർ ഇവിടെ പാമ്പിനെ കൊല്ലാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ ഫോറസ്റ്റ് ഏരിയ ആയിരിക്കും അല്ലേ? അല്ല, ഞങ്ങൾ മനസ്സിലായി. അല്ല, അവിടെ മാത്രമുള്ള പാമ്പിനെ തല്ലി കൊല്ലാൻ പറ്റത്, പാമ്പിനെ എങ്ങനെ തല്ലി കൊല്ലാൻ പറ്റൂല. അല്ല, തിരിച്ചൊന്ന് പെരട്ടി ഓട്ടിച്ചാൽ മതി. ഞാൻ പറഞ്ഞേ, തല്ലിക്കൊന്നാലേ വന്യമൃഗ സംരക്ഷണ നിയമപ്രകാരം 6 മാസം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണത്. പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഡിക്കൽ ഷോപ്പുകളിൽ മരുന്ന് എടുത്തു കൊടുക്കാൻ ആർക്കാണ് അധികാരം എന്ന് നിങ്ങൾക്ക് അറിയാമോ? ഫാർമസി ഏത് ഫാർമസിസ്റ്റുകള്? അവരുടെ അടിസ്ഥാന യോഗ്യത എന്തായിരിക്കണം അറിയോ? 4 കോഴ്സുകൾ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് മാത്രമേ മരുന്ന് എടുത്തു കൊടുക്കാനുള്ള അധികാരമുള്ളൂ. ബിഫാം, എംഫാം, ഫാം ഡി, ബിഫാം, 4 കോഴ്സുകൾ. ഈ കോഴ്സ് ചെയ്യാത്ത ഒരാൾക്ക് മരുന്ന് എടുത്തു കൊടുത്താല് 2 വർഷം തടവും 5 ലക്ഷം രൂപയും പിഴയുമാണ്. അറിയോ? കേരളത്തിലെ മെഡിക്കൽ ഷോപ്പുകളിലും ആശുപത്രികളിലും എടുത്താലേ 95% പേരും മരുന്ന് എടുത്തു കൊടുക്കുന്നത് ഫാർമസിസ്റ്റുകളല്ല, ഫാർമസി അസിസ്റ്റന്റ് പഠിച്ചിട്ടുള്ളവരായിരിക്കും. ചിലപ്പോൾ അതും പഠിച്ചിട്ടുണ്ടാവില്ല. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരായിരിക്കും. മരുന്നെടുത്ത് കൊടുക്കാൻ പാടില്ല, നിയമപരമായിട്ട് കുറ്റങ്ങളുണ്ട്. എന്റെ നാട് എറണാകുളം എന്ന് പറഞ്ഞല്ലോ, ഇവിടെ ഒരു 10 കിലോമീറ്റർ ഉള്ളൂ ആസ്ട്ര മെഡിസിറ്റി 5 സ്റ്റാർ ഹോസ്പിറ്റലാണ്. അവിടെ ഒരുപാട് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഫാർമസിയാണ്. പക്ഷെ അവിടെ എല്ലാവർക്കും 10-15 പേരുണ്ടാവും അതിന്റെ അകത്ത്. ഒരാൾക്ക് മാത്രമേ ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി ആളുകളൊക്കെ ചെറിയ ശമ്പളത്തിന് 12 രൂപ 13 രൂപയൊക്കെ മരുന്ന് എടുത്തു കൊടുക്കാതിരിക്കുന്ന ആളുകളാണ്. ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് കഴിഞ്ഞവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാനുള്ള അധികാരമില്ല, എടുത്തു കൊടുക്കാൻ പാടില്ല. തെറ്റാണ്, നിയമപരമായി തെറ്റാണ്. പക്ഷെ അങ്ങനെ ഒരു നിയമം ഇവിടെ കർശനമായി നടപ്പാക്കാനുള്ള സംഭവം എന്താണെന്നറിയോ? ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പുകളും ആശുപത്രിയൊക്കെ പൂട്ടിപ്പോകേണ്ടി വരുന്നത്. മനസ്സിലായി? അതേപോലത്തെ ഒരു പ്രശ്നം വിദ്യാഭ്യാസ രംഗത്തുണ്ട്. കർക്കശമായ ഒരു നിയമം അങ്ങനെ നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ കേരളത്തിന് സാധ്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. ഞാൻ സാന്ദർഭികമായി പറഞ്ഞാണ്. നമ്മുടെ സമയം വൈകുന്നു. നിങ്ങള് ഞാനുള്ള ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചാക്കിയിരിക്കും. ഞാനായിട്ട് അത് തടസ്സപ്പെടുത്തുന്നില്ല. അടുത്ത സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് സംശയങ്ങൾ ചോദിച്ച് അല്ലെങ്കിൽ വൈകിട്ട് ചെയ്യും. എന്തെങ്കിലും സംശയങ്ങൾ ഇനി ഉണ്ടോ? ഇല്ല, ഉണ്ടെന്നില്ലെന്നോ? മിണ്ടാതിരുന്നാല് എന്താ പറയാ,
അഞ്ജു പറയൂ. സർ, നമ്മുടെ ക്ലാസിന്റെ നമ്മുടെ ഒരു സ്ട്രക്ചർ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഇപ്പൊ നമ്മൾ കുഞ്ഞു കുട്ടികളെ ഡീൽ ചെയ്യുന്ന പോലെയാണോ നമ്മുടെ പ്രേയറും സൈനിനും തോട്ട് ഓഫ് ദ ഡേയും ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പിന്നെ നമ്മളുടെ നോർമൽ ഇപ്പൊ നമ്മൾ എല്ലാവരും കുറച്ച് ഏജ് ഉള്ള ആൾക്കാരാണല്ലോ, അപ്പം നമ്മളുടെ രീതിയിൽ പോയാൽ മതിയോ അതോ നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്ന രീതിയിലാണോ ഇതെല്ലാം? അതെ, അതിനെ സംബന്ധിച്ച് ഉത്തരം പറയുക നമ്മുടെ അക്കാദമിക് വിഭാഗത്തിലുള്ള ആളുകളെ പഠിപ്പിക്കുന്ന ടീച്ചർമാരില്ലേ, അതിൽ ടീച്ചർമാരായിരിക്കും. അത് ഏറ്റവും നല്ലത് ബിഷപ്സിനോട് നിങ്ങൾ സംസാരിക്കലായിരിക്കും. ബിഷപ്സ്, അവരോട് ചോദിക്കലായിരിക്കും കേട്ടോ. ഞാൻ നോൺ അക്കാദമിക് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് ധാരണയുള്ളൂ. അത് അവരുടെ ഒരു അധികാര പരിധിയാണ്. നമ്മൾ ഇതിനകത്ത് കൈകടത്താൻ പാടില്ല. ഓക്കെ, അറിഞ്ഞുകൂടാണ് ആ വിഷയം സംബന്ധിച്ച് എനിക്കറിയില്ല. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ല. ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലോ, അല്ലെ? വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, റൈറ്റ്. അപ്പോ നമ്മള് 11 മണിക്കാണ് നമ്മൾ ആരംഭിച്ചത്. 2 മണിക്കൂറോളം ആകുന്നു. ഞാൻ അത്ര ചുരുക്കിയിട്ട് 2 മണിക്കൂറായി. നമ്മൾ ഇതിൽ നീണ്ടുപോയി. അപ്പോ ഇത്ര നേരം എന്നോട് സംശയങ്ങൾ ചോദിച്ച് സർഗാത്മകമായി പ്രതികരിച്ച മുഴുവൻ വിദ്യാർത്ഥിനികൾക്കും പിന്നെ സ്മാർട്ട് ശ്രീയുടെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്താണ്. അതോടൊപ്പം തുടർന്ന് നമ്മൾ ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് മുന്നോട്ടേക്ക് നീങ്ങുന്നത്. ആ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ടേക്ക് നീങ്ങുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ജീവിത അനുഭവങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും സന്തോഷങ്ങളും ഒക്കെ കടന്നതാണ്. നാളെ എന്താണ് നമുക്ക് വേണ്ടി ഈ ലോകം കരുതി വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ സാധ്യമല്ല. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ കോഴ്സ് നിർത്തിപ്പോവുകയാണ്, നിങ്ങൾക്ക് തോന്നാണ് എന്നെ കൊണ്ട് ഇത് തുടരാൻ പറ്റുന്നില്ല, ഇന്ന സാഹചര്യം കൊണ്ട് തുടരാൻ പറ്റുന്നില്ല എന്ന് തോന്നിയാൽ ആ നിമിഷം ഞാൻ പറഞ്ഞ ആ 700-300 നമ്പറിലേക്ക് ഒന്ന് വിളിച്ചേക്കണം, കാര്യമൊന്ന് പറഞ്ഞേക്കണം. ഒരുപക്ഷെ നിങ്ങൾ കാണാത്ത ഒരു പ്രതിവിധി നിങ്ങൾക്ക് പറഞ്ഞു തരാനും നിങ്ങളെ വഴികാട്ടി നടത്താനും ഞങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളൊരു ഏതെങ്കിലും ഒരു ജീവിത സന്ദർഭത്തിൽ പെട്ടെന്ന് അകപ്പെട്ട ഒരു പ്രതിസന്ധി, എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ലൈറ്റ് ഹൗസ് വേണം, ഒരു വഴികാട്ടി ആകണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് വിളിക്കാം. നമുക്ക് ഇവിടെ നല്ല ഒരു മോട്ടിവേഷൻ ടീം ഉണ്ട്. ഒരു തരത്തിലും ജീവിതത്തിലെ ഒരു ഘട്ടത്തിലും നിരാശപ്പെടേണ്ടതില്ല. ഈ ജീവിതം വസന്തങ്ങൾ വിരിയുന്ന ജീവിതമാണ്. ആ ജീവിതത്തിൽ വിരിയുന്ന ഈ വസന്തം വിരിയണം എന്നുണ്ടെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിന്റെ ഭാഗമായിട്ടുണ്ട്. വസന്തം വിരിയണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? മണ്ണില കളകൾ പറിച്ചു കളഞ്ഞ് മണ്ണൊരുക്കി മണ്ണ് നനച്ച് വളമിട്ട് വൃത്തിയാക്കി കിതച്ച് വിത്ത് മുള വെട്ടി അതിനെ പരിപാലിച്ച് കീടാണുക്കളുടെ ആക്രമണമില്ലാതെ വളർത്തി വലുതാക്കി ആ പാകം വരെയാക്കണം. അങ്ങനെ പാകം വരെ ആക്കുമ്പോഴേ വസന്തം കാണാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോ അത്തരത്തിലുള്ള ആ ഒരു പ്രയാണത്തിനകത്ത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ലക്ഷ്യത്തെ, നിങ്ങളെ കാണുന്ന നിങ്ങളുടെ സന്തോഷത്തെ, നിങ്ങളുടെ ഡെസ്റ്റിനിയെ, നിങ്ങൾ കാണുന്ന വസന്തത്തെ നേടിയെടുക്കാൻ നിങ്ങളുടെ മുന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിബന്ധം വരുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് സ്മാർട്ട് സിയിലേക്ക് വിളിക്കാം. സ്മാർട്ട് സിയുടെ എൻറ്റയർ ടീം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. താങ്ക് യു സർ. താങ്ക് യു സർ. താങ്ക് യു.